ഗം ഗണപതയേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ് ശ്രീ രാധേശ്യാം, ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് നമുക്ക് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഞാൻ ഏറെക്കുറെ നാളുകളായിട്ട് വിചാരിക്കുന്നുണ്ട്, കാരണം നമ്മുടെ പ്രപഞ്ചത്തെ തന്നെ രക്ഷിക്കുന്ന ആ ശക്തി, നമ്മുടെ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ആ ശക്തി എന്ന് പറയുന്നത് ദേവിയാണ്. രാധാറാണിയുടെ തന്നെ പല വിധത്തിലുള്ള രൂപങ്ങളാണ് ദേവീഭാവത്തിൽ വരുന്നത്. അതിൽ സരസ്വതി, ലക്ഷ്മി, ഭദ്ര, ദുർഗ അങ്ങനെ പല വിധത്തിലുള്ള ദേവിമാർ പല പല സ്വരൂപങ്ങളിൽ ആദിപരാശക്തിയായിട്ട് വിരാജിക്കുന്നുണ്ട്. അപ്പോൾ ആ ആദിപരാശക്തിയായിട്ടുള്ള രാധാറാണിയും അതുപോലെ ആദിപരാശക്തിയായിട്ടുള്ള പാർവതീ ദേവീനെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ദേവീ മഹാത്മ്യം ഇന്ന് തുടങ്ങി വെക്കാമെന്ന് കരുതുന്നു. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സങ്കല്പ രീതിയാണ്. അതിൽ ദേവീ കവചമാണ് ആദ്യം വായിക്കുന്നത്. നമ്മൾ ദേവീ കവചം വായിച്ചതിന് ശേഷമായിരിക്കണം പ്രഥമ ചരിതത്തിലേക്ക്, അതായത് ദേവീ മഹാത്മ്യത്തിലേക്ക് കടക്കേണ്ടത്. അപ്പം ഇന്ന് നമുക്ക് സങ്കല്പ രീതി, ദേവീ കവചം, അതിനുശേഷം പ്രഥമ ചരിതം ഒന്നാം ഭാഗം വായിക്കാം. സങ്കല്പ രീതി. ശ്രീ മഹാഗണപതയേ നമഃ. ഓം നമഃ ചണ്ഡികായൈ. അദ്യ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രസാദ സിദ്ധ്യർത്ഥം ചണ്ഡീ സപ്തശതി പാഠാഗ്യം കർമ്മ കരിഷ്യേ. തദംഗേ ത്വാനാഥൗ കവചാം, തദംഗനേ ത്വാനാഥൗ കവചാർഗള കീലക പഠനമാദ്യന്തയോരഷ്ടോത്തര ശതനവാർണ ജപപൂർവകം ക്രമേണ രാത്രി സൂക്ത ദേവീ സൂക്ത പഠനം അന്തേ രഹസ്യത്രയ പഠനഞ്ച കരിഷ്യേ എന്ന് സങ്കല്പം ചെയ്തിട്ട് നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമഃ പ്രകൃത്यै ഭദ്രാयै നിയതാഃ പ്രണതാഃ സ്മതാം. ഈ മന്ത്രം കൊണ്ട് പഞ്ചോപചാരം ചെയ്ത് പുസ്തക പൂജ ചെയ്യണം. അനന്തരം കവചം മുതൽ ക്രമേണ പാരായണം ചെയ്തു കൊള്ളണം. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം പുസ്തകം പൂജിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പുസ്തകം പൂജിച്ചതിന് ശേഷമാണ് ദേവീ മഹാത്മ്യം നമ്മൾ പാരായണം തുടങ്ങേണ്ടത്. അങ്ങനെയാണ് പറയുന്നത്. ദേവീ കവചം. മാർക്കണ്ഡേയ ഉവാച യൽഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹഃ. അല്ലയോ ബ്രഹ്മാവേ, ലോകത്തിൽ രഹസ്യവും ഉത്കൃഷ്ടവും മനുഷ്യർക്ക് സകല രക്ഷയെയും ചെയ്യുന്നതും ഒരുത്തനോടും പറഞ്ഞിട്ടില്ലാത്തതുമായി യാതൊന്നുണ്ടോ, അതിനെ എനിക്കുപദേശിച്ചാലും. അപ്പോൾ ലോകത്തിൽ രഹസ്യമായിട്ടുള്ളതും ഉത്കൃഷ്ടമായിട്ടുള്ളതും മനുഷ്യർക്ക് സകല രക്ഷയും, എല്ലാ മനുഷ്യർക്കും സകല രക്ഷയും ചെയ്യുന്നതും ഒരുത്തരോടും ആരോടും പറഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള ഏതൊന്നുണ്ടോ അത് എനിക്ക് ഉപദേശിച്ചാലും എന്ന് മാർക്കണ്ഡേയൻ പറയുകയാണ്. ബ്രഹ്മാവിനോട് മാർക്കണ്ഡേയ ഋഷി പറയുകയാണ്. ദേവീ കവചം ബ്രഹ്മാവ് മാർക്കണ്ഡേയനോട് പറയുന്നതാകുന്നു. അപ്പം ദേവീ കവചം എന്ന് പറയുന്നത് ബ്രഹ്മാവ് മാർക്കണ്ഡേയ ഋഷിയോട് പറയുന്നതാവുന്നു. ബ്രഹ്മാവിനോട് മാർക്കണ്ഡേയൻ ചോദിക്കുന്നു. മാർക്കണ്ഡേയൻ ക്രൗഷ്ടുകിയായ ഫാഗുരയ്ക്ക് ഉപദേശിക്കുന്നതായി
പക്ഷിരൂപന്മാരായിരിക്കുന്ന ദ്രോണമുനിപുത്രന്മാർ ജൈമിനി മുനിയോട് പറയുന്നു എന്നാകുന്നു. സംവാദ സ്വഭാവം. കവചം, ചട്ട സകല ജനങ്ങൾക്കും സർവാവയ അവയവ രക്ഷയെ ചെയ്യുന്നത് എന്ന് താല്പര്യം. ചട്ടലോകത്തിൽ സർവശരീരത്തെയും രക്ഷിക്കുന്നതായി കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും സർവരുടെയും രക്ഷയ്ക്ക് വേണ്ടി, സർവരുടെ ശരീര രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആയുസ്സിന് വേണ്ടിയിട്ട്, ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണ് ദേവീ കവചം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും പല പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നെല്ലാം ദേവി നമ്മളെ രക്ഷിക്കട്ടെ, അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ച് മനുഷ്യരെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ദേവിയോട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ദുർഗാ പ്രദീപം. അംഗാഹീനോ യഥാ ദേഹി സർവകർമ്മസു നക്ഷമഃ അംഗശൽക വിഹീനാതു തദാ സപ്തശതീ സ്തുതിഃ തസ്മാദേതൽ പഠിത്വൈവ ജപേൽ സപ്തശതീം പരാം അന്യഥാ ശാപമാപ്നോതി ഹാനിം ചൈവ പദേ പദേ രാവണാദ്യഃ സ്തോത്രമേതദംഗഹീനം നിഷേവിരേ ഹതാരാമേണ തേ യസ്മാന്നം ഗഹീനം പഠേതതഃ. കാർത്യായനി തന്ത്രം. കവചാതിത്രയ രഹസ്യത്രയ രൂപമായ അംഗശൽക്കത്തോടു കൂടി തന്നെ സപ്തശതീ സ്തോത്രം പാഠം ചെയ്യണമെന്ന് വിധിക്കുന്നു. അതുകൊണ്ട് തന്ത്രാന്തരങ്ങളിലുള്ളതാണെങ്കിലും കവചാതി യന്ത്രവും രഹസ്യയന്ത്രവും സപ്തശതിയുടെ അംഗമാകുന്നു. മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയൻ കവചത്തെക്കുറിച്ച് ബ്രഹ്മാവിനോട് ചോദിക്കുന്നു. ലോകത്തിൽ യാതൊന്നു ഉത്കൃഷ്ടവും രഹസ്യവുമാണോ അതിനെ എനിക്ക് ഉപദേശിച്ചു തന്നാലും? അത് ബ്രഹ്മമാണോ എന്നാണെങ്കിൽ അല്ല, സർവരക്ഷാകരമാകുന്നു. യാതൊന്നുകൊണ്ട് സകലർക്കും രക്ഷയുണ്ടാകുമോ? അത് നൃണാം എന്ന് പറഞ്ഞുകൊണ്ട് പാമരന്മാർക്ക് കൂടി എന്നർത്ഥം. ബ്രഹ്മം ഉത്തമാധികാരികൾക്ക് മാത്രമല്ലാതെ സകലർക്കും രക്ഷയാകുകയില്ല. ലോകത്തിൽ അനേകം കവചങ്ങൾ ഉണ്ടല്ലോ എന്നാണെങ്കിൽ എന്ന കസ്യചിദാഖ്യാതം, യാതൊന്ന് ഭവാൻ ആരോട് പറയാതെ നിധിയെപ്പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നുവോ അതുകൊണ്ട് നിശ്ചയമായും വേഗത്തിൽ രക്ഷ കിട്ടുമെന്ന് താല്പര്യം. അല്ലെങ്കിൽ നിധിയെപ്പോലെ രക്ഷിച്ചിട്ടാവശ്യമില്ലല്ലോ. ആ ഉത്കൃഷ്ട വസ്തു എന്നാൽ തന്നെ ദാനം ചെയ്യപ്പെടണോ എന്നാണെങ്കിൽ, ഹേ പിതാമഹ, സ്വസന്താന രക്ഷയ്ക്കായി പിതാമഹനാൽ തന്നെ നിശ്ചയമായി ദാനം ചെയ്യപ്പെടേണ്ടതാകുന്നു. പിതാമഹ, പിതൃപിതാ. അപ്പോൾ ഏത് കവചമാണ്? ദേവീ കവചമാണ് നമുക്ക് മനുഷ്യരുടെ എല്ലാം ലോകരക്ഷാർത്ഥം ദേവീ കവചമാണ്. അത്രയും രഹസ്യമായിട്ടുള്ള ദേവീ കവചമാണ് നമ്മുടെ മനുഷ്യരുടെ എല്ലാം ജീവന് വേണ്ടിയിട്ട് രക്ഷയായിട്ട് കവചമായിട്ട് നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മോവാച. അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തച്ഛൃണുഷ്വാ മഹാമുനേ. അല്ലയോ ബ്രാഹ്മണ, അത്യന്തം രഹസ്യമായതും പ്രാണികൾക്കും ഉപകാരമായതും പുണ്യമായിരിക്കുന്ന ദേവിയുടെ കവചമുണ്ട്. ഹേ മഹാമുനെ, അതിനെ കേട്ടാലും. അപ്പോൾ സകലർക്കും അത്യധികം രഹസ്യമായിട്ടുള്ളതും സകല ജനങ്ങൾക്കും രക്ഷാർത്ഥമായിട്ടുള്ളതുമായ ദേവീ കവചത്തെക്കുറിച്ചാണ് ബ്രഹ്മാവ് മാർക്കണ്ഡേയനോട് പറയുന്നത്. ഹേ വിപ്ര, ഭവാനാൽ ചോദിക്കപ്പെട്ടതുപോലെ പുണ്യമായിരിക്കുന്ന ദേവീ കവചം നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെ മഹാമുനിയായ അങ്ങ് കേട്ടാലും. സർവഭൂതോപകാരാർത്ഥം പ്രവർത്തിക്കുന്നതിനാൽ മഹാമുനെ എന്ന് സംബോധന. അപ്പോൾ ബ്രഹ്മാവ് പറയുകയാണ്, ദേവീ കവചം എന്ന് പറയുന്നത് സകല ജനങ്ങളുടെയും കവചമാണ്, സകല ജനങ്ങളുടെയും രക്ഷയാണ്. അപ്പോൾ ആ ദേവീ കവചത്തെക്കുറിച്ച് കേട്ടാലും എന്നാണ് പറയുന്നത്. നാരായണി. അപ്പം നാരായണന്റെ തന്നെ വേറൊരു ഇതാണല്ലേ ദേവി നാരായണി എന്ന് പറയുന്ന. അപ്പൊ ആ ദേവിയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അത്രയും രഹസ്യമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ദേവിയുടെ ആ കവചം, ദേവീ കവചമാണ് ഇവിടെ ബ്രഹ്മാവ് നമ്മുടെ മാർക്കണ്ഡേയ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി
തൃതീയം ചന്ദ്രകണ്ഠേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാതേതി ഷഷ്ടം കാർത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാഃ പ്രകീർത്തിതാഃ ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവാ മഹാത്മനഃ. ഒന്നാമത് ശൈലപുത്രി എന്നും രണ്ടാമത് ബ്രഹ്മചാരിണി എന്നും മൂന്നാമത് ചന്ദ്രഖണ്ഡ എന്നും നാലാമത് കൂഷ്മാണ്ഡ എന്നും അഞ്ചാമത് സ്കന്ദമാത എന്നും ആറാമത് കാർത്യായനി എന്നും ഏഴാമത് കാളരാത്രി എന്നും എട്ടാമത് മഹാഗൗരി എന്നും ഒൻപതാമത് സിദ്ധിദ എന്നും പറയപ്പെട്ടു. ഈ 9 ദുർഗകളെ ഞാനും പ്രകർഷേണ കീർത്തിച്ചു. ഈ 9 നാമങ്ങൾ സർവജ്ഞനായ വേദപുരുഷനാൽ തന്നെ പറയപ്പെട്ടവയാകുന്നു. ദേവി നവമൂർത്തിയാത്മികയായി ധ്യാനിക്കപ്പെടേണ്ടവളാകൊണ്ട് ആ മൂർത്തികളുടെ നാമങ്ങളെ പറയുന്നു. ശൈലപുത്രി, നാമജ്ഞാനം ഉണ്ടാകുമ്പോൾ പ്രസിദ്ധി നിമിത്തം അതുകൊണ്ട് പറയപ്പെടുന്ന ആകാരത്തിൻ്റെയും ജ്ഞാനമുണ്ടാകുന്നു. ഭഗവതി സർവോത്തര ഐശ്വര്യവതിയാണെങ്കിലും ഭക്തനായ ഹിമവാനാൽ ഉത്കൃഷ്ട തപസ്സുകൊണ്ട് പ്രാർത്ഥിതയായിട്ട് കരുണ നിമിത്തം അതിനിന്ദ്യമായ പുത്രീഭാവത്തെ സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടും ആ ഭഗവതിയുടെ ഭക്തവാത്സല്യം വാചാമഗോചരം തന്നെ എന്ന് താല്പര്യം. അപ്പൊ ആദ്യമേ പറയുന്നത് ശൈലപുത്രി ദേവിയെ കുറിച്ചാണ്. ശൈലപുത്രി എന്ന് പറയുന്നത് ഹിമവാന്റെ പുത്രിയാണ്. അപ്പോൾ ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ശൈലപുത്രി ദേവി വളരെയധികം എന്താണ് ഭക്തവാത്സല്യം, ഭഗവതിയുടെ ഭക്തവാത്സല്യം എന്ന് പറയുന്നത് വാചാമഗോചരം തന്നെ. അതായത് നമുക്ക് പറയാവുന്നതിലും ഗണിക്കാവുന്നതിലും അപ്പുറമാണ് ആരുടെ ശൈലപുത്രി ദേവിയുടെ, അതായത് ഹിമവാന്റെ പുത്രിയായ ദേവിയുടെ ഭക്തവാത്സല്യം എന്ന് പറയുന്നത്. ബ്രഹ്മചാരിണി, സച്ചിദാനന്ദ രൂപത്തെ പ്രാപിക്കുന്നവൾ, ബ്രഹ്മരൂപപ്രദ എന്നർത്ഥം. അപ്പം സച്ചിദാനന്ദ ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ രൂപത്തെ പ്രാപിക്കുന്നവൾ എന്നാണ്. അതായത് ഭഗവാൻ പരമശിവന് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ദേവി, ആ താപസി രൂപത്തിൽ ഇരിക്കുന്ന ദേവിയാണ് ബ്രഹ്മചാരിണി. അങ്ങനെ തപസ്സിലൂടെയാണ് ദേവി ശിവഭഗവാനെ പ്രാപിക്കുന്നത്. അപ്പൊ അതാണ് ബ്രഹ്മചാരിണി രൂപം എന്ന് പറയുന്നത്. ചന്ദ്രഖണ്ഡ, ചന്ദ്രൻ കയ്യിലുള്ള ഖണ്ഡയിൽ മണി ഉള്ളവൾ, അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ നിർമ്മലമായ ഖണ്ഡയോട് കൂടിയവൾ. അപ്പോൾ ആ ചന്ദ്രനെ പോലെയുള്ള ആ നിർമ്മലമായ ഖണ്ഡയോട് കൂടിയ ദേവിയാണ് ചന്ദ്രഖണ്ഡാദേവി എന്ന് പറയുന്നത്. ആഹ്ലാദകാരിണി ദേവി ചന്ദ്രഖണ്ഡേതി കീർത്തിത. ആഹ്ലാദകാരിത്വം കൊണ്ട് ചന്ദ്രനോട് സാദൃശ്യം, ചന്ദ്രനേക്കാൾ അതിശയ സൗന്ദര്യവതി എന്ന് താല്പര്യം. അപ്പോൾ ചന്ദ്രനേക്കാൾ അതിശയമായിട്ടുള്ള സൗന്ദര്യമുള്ള ദേവിയാണ് ചന്ദ്രഖണ്ഡാദേവി എന്ന് പറയുന്നത്. കൂഷ്മാണ്ഡ, കുൽസിതമായ ഊഷ്മാവ്, താപത്രയ രൂപ സന്താപത്തോടു കൂടിയ സംസാരം, അണ്ടത്തിൽ ഉദരത്തിലുള്ളവൾ, ആധ്യാത്മികാദി താപത്രയത്തോടു കൂടിയ സംസാരത്തെ ഭക്ഷിക്കുന്നവൾ എന്നും താല്പര്യം. അപ്പം കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഊഷ്മാവ്, അതികഠിനമായ തിളയ്ക്കുന്ന ചൂടോട് കൂടിയ ആ ഒരിതാണ്, താപത്രയ രൂപമാണ് ദേവിയുടേത്. അതുപോലെ സംസാരത്തെ ഭക്ഷിക്കുന്നവൾ എന്നാണ് അർത്ഥം. അതായത് നമ്മളെ സംസാര സാഗരത്തെ വരെ തരണം ചെയ്യാൻ പ്രാപ്തിയുള്ള ദേവിയാണ് കൂഷ്മാണ്ഡ എന്ന് പറയുന്നത്. അണ്ഡഃ പേശിച പുഷ്കം ചഹ, അതൊരു ശ്ലോകമാണ്. സ്കന്ദമാത, ഭഗവതി വീര്യത്തിൽ നിന്നുത്ഭവിച്ച സനൽകുമാരന് സ്കന്ദൻ എന്നു പേരുള്ളതിനാൽ ദേവിക്ക് സ്കന്ദമാത എന്നും നാമം. അപ്പം ഭഗവതിയുടെ വീര്യത്തിൽ നിന്നുത്ഭവിച്ച സനൽകുമാരനാണ് സ്കന്ദൻ. അപ്പൊ ആ സ്കന്ദൻ എന്ന് പേരുള്ളതിനാൽ ദേവിക്ക് സ്കന്ദമാത എന്ന് നാമം. അതായത് സ്കന്ദൻ എന്ന് പറഞ്ഞ മുരുകനാണ്. അപ്പോൾ സ്കന്ദന്റെ മാതാവായതുകൊണ്ട് ദേവിക്ക് സ്കന്ദമാത എന്നുള്ള പേര് ലഭിച്ചു. ഭഗവാൻ സനൽകുമാരസ്തം സ്കന്ദ ഇത്യാചക്ഷതേ. ഛന്ദോഗ്യോപനിഷത്തിലാണ് ഈ ഒരു ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനികളാലും ദേവോദരത്തിൽ ജന്മം ആഗ്രഹിക്കാത്തതാകയാൽ അതിശുദ്ധ എന്ന് താല്പര്യം. അതായത് ദേവിയുടെ ഉദരത്തിൽ അല്ല സ്കന്ദൻ ജന്മമെടുത്തത്,
എന്നാലും ദേവിയുടെ പുത്രനാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാർത്യായനി. ദേവി കാരാർദ്യം കാർത്യായനാശ്രമത്തിൽ ആവിർഭവിച്ച് ആ മഹർഷിയാൽ കന്യാത്വേന സ്വീകൃതമായതുകൊണ്ട് ദേവിക്ക് കാർത്യായനി എന്നു നാമം. ഈ ദേവി എന്നും കുമാരിത്വം കൊണ്ട് പത്യനദീനയാകയാൽ സ്വതന്ത്രയാകുന്നു. അപ്പോൾ ദേവി സ്വതന്ത്രയാണ്. കാർത്യായനി ദേവി എന്ന് പറഞ്ഞാൽ കാർത്യായനി ആവിർഭവിച്ചിട്ട് മഹർഷിയാൽ കന്യാത്വേന മഹർഷിയാൽ സ്വീകൃതയായതുകൊണ്ടാണ് ദേവിക്ക് കാർത്യായനി എന്നുള്ള ആ ഒരു നാമം ഉണ്ടായത്. അപ്പൊ ദേവി കുമാരിത്വം കൊണ്ട്, അതായത് കന്യകയായിട്ടിരിക്കുന്ന കുമാരിയായിട്ടിരിക്കുന്ന ദേവി ആയതുകൊണ്ട് പത്യനദീനയാകയാൽ സ്വതന്ത്രയാകുന്നു. ദേവി സ്വതന്ത്രയും കൂടിയാണ്. കാളരാത്രി. സർവമാരകനായ കാലന്റെയും രാത്രി നാശിനി. പ്രളയത്തിൽ കാലനും നാശമുണ്ട്. അതായത് കാളരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവമാരകനായ കാലനെ പോലും ഇല്ലാതാക്കാനുള്ള കഴിവുള്ള ദേവിയാണ് കാളരാത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭദ്രകാളി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം മിക്കവരുടെയും കുടുംബദേവി എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ്. അപ്പൊ ആ കാളരാത്രി ദേവീനെ, ആ ഭദ്രകാളി ദേവീനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും ഐശ്വര്യങ്ങളും നമുക്ക് അത്രയും നന്മയുണ്ടാവും. സകല ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ആ കാലന് വരെ ഇല്ലാതാക്കാൻ, പ്രളയത്തിൽ കാലന് വരെ നാശമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ശക്തിയുള്ള ദേവിയാണ് കാളരാത്രി എന്ന് പറയുന്നത്. മഹാഗൗരി. ഇത് വളരെ അഭിമാനമുള്ള ഒരു ദേവിയാകുന്നു. ഈ മഹാഗൗരി ശിവൻ കാളിയായിട്ട് കാളി എന്ന് വിളിച്ചതിന് തപസ്സുകൊണ്ട് ഗൗരവർണ്ണത്തെ സമ്പാദിച്ചു എന്ന കഥ കാളി പുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പം മഹാഗൗരി എന്ന് പറയുന്നത് ശിവഭഗവാന്റെ തന്നെ അർദ്ധാംഗിനിയാണ്. അർദ്ധാംഗിനിയായിട്ടുള്ള ഗൗരി ദേവി, പാർവതി ദേവി ആദ്യമേ ഗൗരവർണ്ണത്തിൽ, ഗൗരവർണ്ണമല്ല, പാർവതി ദേവിക്ക് ആ കാളിയുടെ വർണ്ണമായിരുന്നു, നീലവർണ്ണമായിരുന്നു. അങ്ങനെ ആ വർണ്ണം മാറ്റിയിട്ട് വെളുത്ത ആ ഒരു ഗൗരവർണ്ണത്തിലേക്ക് വന്നിട്ട് ഭഗവാൻ പരമശിവന്റെ കൂടെ അർദ്ധാംഗിനിയായിട്ടിരിക്കുന്ന ദേവിയാണ്. വളരെ അഭിമാനമുള്ളൊരു ദേവിയാണ്. ആരാണ്? മഹാഗൗരി ദേവി എന്ന് പറയുന്നത്. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പൊ ആ ദേവീനെ നമുക്ക് പ്രാർത്ഥിക്കാം. സിദ്ധിത, മോക്ഷത്തെ കൊടുക്കുന്നവൾ. സിദ്ധിതാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സകല വിധത്തിലുള്ള മോക്ഷത്തെയും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് സിദ്ധിതാദേവി എന്ന് പറയുന്നത്. ദുർഗയ്ക്ക് ഈ 9 ഭേദങ്ങൾ യോഗിയുടെ കായവ്യൂഹം പോലെ ആകുന്നു. ധ്യാനത്തിന് വേണ്ടി ശാസ്ത്രത്തിൽ 9 പറയുന്നു. ദുർഗാദേവി ഏക തന്നെയാണ്. അതുകൊണ്ടാണ് ദേവിയുടെ കവചം എന്ന് 2-ാം ശ്ലോകത്തിൽ ഏകവചനമായി പ്രയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് ഈ 9 നാമങ്ങൾ താൻ തന്നെ നിർമ്മിച്ചതാണോ എന്ന ശങ്കയെ പരിഹരിക്കുന്നതിനായി ബ്രഹ്മണൈവ മഹാത്മന, മാഹാത്മ്യമുള്ള വേദത്താൽ തന്നെ പറയപ്പെട്ടതാകുന്നു എന്ന് പറയുന്നു. അഗ്നിനാദഹ്യമാനസ്തു ശത്രുമധ്യേ ഗദോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താഹ ശരണം ഗദാ ന തേഷാം ജായതേ കിഞ്ചിദശുഭം രണസങ്കടേ നാപദം തസ്യ ഭശ്യാമി ശോകദുഃഖഭയം നഹി. അഗ്നിയാൽ ദഹിക്കപ്പെട്ടവനും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ പോയവനും ദേവിയെ ശരണം പ്രാപിച്ചാൽ അവന് ആപത്തും ദുഃഖം കൊണ്ടുള്ള ഭയവും ഉണ്ടാവുകയില്ല. അസാമാന്യമായി അസഹ്യമായിരിക്കുന്ന യുദ്ധസങ്കടത്തിൽ ഭയപീഡിതന്മാരായി ശരണം പ്രാപിച്ചാൽ അവർക്ക് ഒട്ടും അമംഗലം ഉണ്ടാവുകയില്ല. അപ്പോൾ അഗ്നിയാൽ ദഹിക്കപ്പെട്ടവനും അതുപോലെ യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ പോയവനും ദേവിയെ ശരണം പ്രാപിച്ചാൽ, യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ പോയി നിൽക്കുന്നവനാണെങ്കിൽ കൂടി ദേവീനെ ശരണം പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ആപത്തും ദുഃഖം കൊണ്ടുള്ള ഭയവും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ദേവി അവനെ സംരക്ഷിച്ചു കൊള്ളും എന്നാണ് പറയുന്നത്. അസാമാന്യമായ അസഹ്യമായിരിക്കുന്ന യുദ്ധസങ്കടത്തിൽ ഭയപീഡിതന്മാരായി ശരണം പ്രാപിച്ചാൽ അവർക്ക് ഒട്ടും അമംഗലം ഉണ്ടാവുകയില്ല. അപ്പം അസാമാന്യമായിട്ട് അസഹ്യമായിരിക്കുന്ന യുദ്ധസങ്കടത്തില് പീഡിതന്മാരായി ശരണം പ്രാപിച്ചാൽ അവർക്ക് ഒട്ടും അമംഗലം ഉണ്ടാവുകയില്ല. എത്ര ഭയത്തിൽ നിന്നും ദേവി നമ്മളെ രക്ഷിക്കും എന്നാണ് പറയുന്നത്. നവനാമങ്ങളെ പഠിക്കുന്നവൻ ഒരുത്തനായാലും അനേകം പേരായാലും ദേവിയെ ശരണം പ്രാപിച്ചാൽ അനിഷ്ട നിവൃത്തി ഉണ്ടാകുമെന്ന് താല്പര്യം. അപ്പോൾ നവനാമങ്ങളെ പഠിക്കുന്നവൻ,
നവനാമങ്ങളുണ്ട് ദേവിയുടെ. നവദുർഗാഭാവങ്ങളിലുള്ള ഈ നാമങ്ങളാണ്. ആ നാമങ്ങൾ പഠിക്കുന്നവൻ ആരായാലും ശരി തന്നെ, അനേകം പേരായാലും ദേവിയെ ശരണം പ്രാപിച്ചാൽ അനിഷ്ട നിവൃത്തി ഉണ്ടാകും. അവർ ദേവിയെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അവർക്ക് അനിഷ്ട നിവൃത്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇങ്ങനെ കവചപാഠത്തിൽ ധ്യാനിക്കേണ്ട ദേവതാ സ്വരൂപത്തെ പറഞ്ഞിട്ട് തൽഫലത്തിൽ അവിശ്വസിക്കരുതെന്ന് പറയുന്നു. അഗ്നിയാൽ ദഹിക്കപ്പെട്ടവനും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ പോയവനും വിഷമമായി അതിസങ്കടമായിരിക്കുന്ന അവസ്ഥയിൽ ഭയപീഡിതരായവരും ദേവിയെ ശരണം പ്രാപിച്ചാൽ അവർക്ക് ഭക്തിയോട് കൂടാത്ത സ്മരണ മാത്രം കൊണ്ടും ഭയാദികൾ ഉണ്ടാവുകയില്ല. യസ്തു ഭക്ത്യാ സ്മൃതാം നൂനം തേഷാം വൃദ്ധിഃ പ്രജായതേ. അപ്പോൾ ദേവിയുടെ എത്ര ഇതാണല്ലോ, എത്ര വലിയ എന്ത് ദുരന്തങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും, എത്ര വലിയ നമ്മളൊരു വലിയ കുരുക്കിൽ പെട്ടാലും അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നതിൻ്റെ അകപ്പെട്ടാലും നമ്മൾ ദേവീനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദേവീനെ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവി നമ്മളെ ആ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത്രയ്ക്കും കാരുണ്യവതിയാണ് ദേവി എന്ന് പറയുന്നത്. അത്രയ്ക്കും പവർഫുൾ ആണ്. നമ്മളെ മക്കളെ രക്ഷിക്കാൻ അത്രയും പവർഫുൾ ആണ് ദേവി. അത്രയും ശക്തിയുള്ള ദേവിയാണ്, ശക്തി സ്വരൂപിണിയാണ് ആദിപരാശക്തിയായ ദേവി എന്ന് പറയുന്നത്. യാവ ചിലർ നിന്തിരുവടിയെ ഭക്തിയോടുകൂടി സ്മരിക്കുന്നുവോ അവർക്ക് സകല ഐശ്വര്യവും നല്ലവണ്ണം ഉണ്ടാകുന്നു എന്ന് നിശ്ചയം. അപ്പം ആരൊക്കെയാണോ ദേവീനെ ഭക്തിപൂർവം ആദിപരാശക്തിനെ ഭജിക്കുന്നത് അവർക്ക് സർവ ഐശ്വര്യവും സകല ഐശ്വര്യവും നല്ലതുപോലെ ഉണ്ടാകുന്നു എന്നുള്ളത് നിശ്ചയമാണ്. ഭക്തിയോട് കൂടാതെയുള്ള ദേവീ സ്മരണത്തിന്റെ ഫലത്തെ പറഞ്ഞിട്ട് ഭക്തിയോട് കൂടിയുള്ള സ്മരണത്തിന്റെ ഫലത്തെ പറയുന്നു. ആര് ഭക്തിയോടുകൂടി സ്മരിക്കുന്നുവോ അവർക്ക് മുൻപറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകുന്നു. ധർമാർദ്ര കാമ മോക്ഷ സമൃദ്ധി. അപ്പോൾ ആരാണോ ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നത് അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ആ ദേവീ സ്വരൂപത്തെ ആ ദേവീനെ സ്മരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? ധർമാർദ്ര കാമ മോക്ഷ സിദ്ധിയാണ്. ധർമാർദ്രമായിട്ടുള്ള കാമമോക്ഷ സിദ്ധിയാണ് ദേവിയെ സ്മരിക്കുന്നവർക്ക് ഉണ്ടാവുന്നത്. പ്രേത സംസ്ഥാതു ചാമുണ്ട വരാഹി മഹിഷാസന ഐന്ദ്രീ ഗജ സമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മഹേശ്വരി വൃഷാരൂഢ കൗമാരി ശിഖിവാഹന ബ്രാഹ്മി ഹംസ സമാരൂഢ സർവാഭരണ ഭൂഷിത നാനാഭരണ ശോഫാഢ്യ നാനാരത്നോപശോഭിതാഃ ദൃശ്യന്തെ രഥാമാരൂഢ ദേവ്യാഃ ക്രോധ സമാകുലാഃ. ചാമുണ്ട പ്രേതസ്ഥനസ്ഥിതയും വരാഹി പോത്ത് ആസനമായുള്ളവളും ഇന്ദ്രാണി ഐരാവതത്തിൽ കയറിയവളും വൈഷ്ണവി ഗരുഡാസനയും മഹേശ്വരി വൃഷഭവാഹനയും കൗമാരി മയിൽവാഹനമായുള്ളവളും ബ്രഹ്മി ഹംസവാഹനയും സർവാഭരണ ഭൂഷിതയുമാകുന്നു. ഈ ദേവിമാർ നാനാഭരണ ശോഭ കൊണ്ട് ഉജ്ജ്വലിക്കുന്നവരും നാനാരത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരും ശത്രുക്കളായ ദൈത്യന്മാരെ കുറിച്ച് അതികോപത്തോടു കൂടിയവരും രഥാരൂഢകളുമായി കാണപ്പെടുന്നു. ദേവാദികളാൽ എന്നു ചേർത്തുക. അപ്പൊ ദേവാദികളാൽ, എല്ലാ ദേവാദികളിലും രഥാരൂഢരായി കാണപ്പെടുന്നു. അപ്പൊ ദേവിയുടെ ആ വാഹനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചാമുണ്ഡദേവി പ്രേതാസനസ്ഥിതയാണ്. അതായത് ഭൂതപ്രേതങ്ങളുടെ കൂടെയാണ് ചാമുണ്ഡദേവി വരുന്നത്. വരാഹി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്താണ് വാഹനമായിട്ടുള്ളത്, അതിലാണ് വരുന്നത്. ഇന്ദ്രാണി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ദേവിയാണ്, ഇന്ദ്രന്റെ പത്നിയാണ്. ആ ദേവി ഐരാവതത്തിലാണ് വരുന്നത്. വൈഷ്ണവി ഗരുഡാസനയാണ്. വൈഷ്ണവി ദേവി എന്ന് പറയുന്നത് ഗരുഡാസനയാണ്, ഗരുഡന്റെ പുറത്താണ് വരുന്നത്. മഹേശ്വരി വൃഷഭ വാഹനമാണ്. മഹേശ്വരി ദേവിയുടേത് വൃഷഭ വാഹനമാണ്. മഹേശ്വരി ദേവി വൃഷഭ വാഹനത്തിലാണ് വരുന്നത്. കൗമാരി മയിൽ വാഹനമായുള്ളവളും, കൗമാരി ദേവി എന്ന് പറയുന്ന ദേവി മയിൽ വാഹനത്തിലാണ്. ബ്രാഹ്മി ദേവി ഹംസവാഹനയും സർവാഭരണ ഭൂഷിതയുമാകുന്നു. ഈ ദേവിമാർ നാനാഭരണ ശോഭ കൊണ്ട് ഉജ്ജ്വലിക്കുന്നവരും നാനാരത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരും
ശത്രുക്കളായ ദൈത്യന്മാരെ കുറിച്ച് അതികോപത്തോടു കൂടിയവരുമാണ്. അപ്പം ദൈത്യന്മാർ, അതായത് ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ കുറിച്ച് അസുരന്മാരോട് അതികോപിഷ്ഠരായിട്ടുള്ള ദേവിമാരാണ് ഈ ദേവിമാരെന്ന് പറയുന്നത്. ആർത്തന്മാരുടെ അനിഷ്ടങ്ങളെ നശിപ്പിക്കുന്നതനുസരിച്ചാകുന്നു സപ്തമാതൃക്കൾക്ക് എല്ലായ്പ്പോഴുമുള്ള ഉദ്യമം എന്ന് പറയുന്നു. അപ്പം ദുഷ്ടന്മാരുടെ മാതൃക്കൾക്ക് എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഉദ്യമം, അവരുടെ ഉദ്യമം അതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇടയ്ക്കൊരു കോള് വന്നിട്ട് അതാണ് പോയത്, അമ്മയാണ് വിളിച്ചത്. ശംഖം ചക്രം ഗദാം ശക്തിം ഹലഞ്ച മുസലായുധം കേടകം തോമരഞ്ജൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലഞ്ച ശാർഗയാഗായുധനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാമഭയായ ച ധാരയന്ത്യായുധാനീധം ദേവാനാം ജഹിതായ വൈ. സപ്തമാതൃക്കളും അന്യകളായ ദേവിമാരും ശംഖം, ചക്രം, ഗദ, വേൽ, കലപ്പ, ഇരുമ്പുലക്ക, പരിച, തോമരം, കോടാലി, കയറ്, കുന്തം, ത്രിശൂലം, കൊമ്പുകൊണ്ടുണ്ടാക്കിയ വില്ല് എന്നിങ്ങനെയുള്ള ആയുധങ്ങളെ അസുര നിഗ്രഹത്തിനും ഭക്താനുഗ്രഹത്തിനും ദേവഹിതത്തിനുമായി ധരിക്കുന്നു. അപ്പം മറ്റുള്ള സപ്തമാതൃക്കളും അന്യകളായ ദേവിമാരും, മറ്റുള്ള ഒരുപാട് ദേവിയുടെ കൂടെ ഒരുപാട് പരിവാരങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിവാരങ്ങളായിട്ടുള്ള ദേവിമാര് അവരുടേതായിട്ടുള്ള ആയുധങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സപ്തമാതൃക്കളിൽ നിന്ന് അന്യകളായി യാവചല ദേവിമാരുണ്ടോ അവരും രഥാരൂഢകളായി കാണപ്പെടുന്നു. സപ്തമാതൃക്കളും അന്യകളായ ദേവിമാരും ശംഖചക്രാദ്യായുധങ്ങളെ അസുരനാശനത്തിനും ഭക്തരക്ഷയ്ക്കും ദേവഹിതത്തിനുമായി ധരിക്കുന്നു. ഈ മഹതികളായ ദേവതകൾ പ്രാർത്ഥിക്കാതെയും ജഗദ്രക്ഷണത്തിന് മാതൃവാത്സല്യത്തോടുകൂടി ഉദ്യുക്ത ഭക്തകളായിരിക്കുമ്പോൾ മന്ദഭാഗ്യൻ സ്വരക്ഷയ്ക്കായി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? അപ്പോ ഇത്രയും ദേവിമാരുടെ കാരുണ്യം നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ആ ദേവിയെ പ്രാർത്ഥിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ നിൽക്കുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ഒരുപാട് ദേവിമാരുള്ളപ്പോ എന്തുകൊണ്ടാണ് ആ ദേവീനെ, ആ ആദിപരാശക്തിനെ ചിലർ ഭജിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ. മഹാബലേ മഹോത്സാഹേ മഹാഭയ വിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേഷ്യേ ശത്രുണാം ഭയവർദ്ധിനി. മായാശക്തിയായ മഹാബലത്തോടു കൂടിയവളായും ജഗൽ സംരക്ഷണമാകുന്ന മഹോത്സാഹത്തോടു കൂടിയവളായും മൃത്യുരൂപമായ മഹാഭയത്തെ നശിപ്പിക്കുന്നവളായും ദർശിക്കാൻ പാടില്ലാത്തവളായും കാമക്രോധാദി ശത്രുക്കൾക്ക് ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളായുമുള്ള ദേവി എന്നെ രക്ഷിച്ചാലും. അപ്പോൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്യുവറാണ് ദേവി. കാമക്രോധ ലോഭമോഹങ്ങൾക്കെല്ലാം ശത്രുവാണ് ദേവി എന്ന് പറയുന്നത്. അതുപോലെ മഹാശക്തിയായ മായാശക്തിയാണ്. മഹാബലത്തോട് കൂടിയവളാണ് ദേവി. ജഗൽ സംരക്ഷണമാകുന്ന മഹോത്സാഹത്തോട് കൂടിയവളാണ്. മൃത്യുരൂപമായ മഹാഭയത്തെ നശിപ്പിക്കുന്നവളുമാണ്. മൃത്യുവിനെ പോലും നശിപ്പിക്കുന്നതാണ് ദേവി എന്ന് പറയുന്നത്. അതേപോലെ അത്രയും ഉത്സാഹത്തോട് കൂടിയതാണ് ദേവി എന്ന് പറയുന്നത്. ദർശിക്കാൻ പാടില്ലാത്ത, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ദർശിക്കുമ്പോൾ ദേവിയുടെ ആ പ്രകാശം കൊണ്ട് നമുക്ക് ആ ദേവിയെ ഒന്ന് ദർശിക്കാൻ കൂടി കഴിയില്ല. അപ്പം അത്രയും പ്രഭയാണ്, ദേവീനെ ദർശിക്കാൻ പോലും കഴിയാത്തത്ര പ്രഭയോട് കൂടിയതാണ് ദേവി എന്ന് പറയുന്നത്. കാമക്രോധാദികൾക്ക്, അതാണ് ഞാൻ ആദ്യമേ, കാമക്രോധ ലോഭമോഹങ്ങൾക്ക് എല്ലാം ശത്രുവാണ്. അങ്ങനെയുള്ള കാമക്രോധങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൽ ഭയത്തെ വർദ്ധിപ്പിക്കുന്ന ആണ് ദേവി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദേവി എന്നെ രക്ഷിച്ചാലും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദേവി സകലരെയും രക്ഷിച്ചാലും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാച്യാം രക്ഷതു മാമൈന്ദ്രി അഗ്നേയാം അഗ്നിദേവത ദക്ഷിണേ രക്ഷവാരാഹി നൈതൃദ്യാം ഖഡ്ഗധാരിണി. ഇന്ദ്രാണി എന്നെ കിഴക്കേ ദിക്കിൽ രക്ഷിക്കട്ടെ, അഗ്നികോണിൽ അഗ്നി രക്ഷിക്കട്ടെ, അഗ്നികോണിൽ അഗ്നിശക്തി രക്ഷിക്കട്ടെ. അല്ലയോ വരാഹി, നിന്ദ്രവടി എന്നെ തെക്കേ ദിക്കിൽ രക്ഷിച്ചാലും നൃതികോണിൽ ഖഡ്ഗധാരിണി രക്ഷിക്കട്ടെ.
ഇത്യാദിയിൽ ദേവീനാമം പ്രഥമ മന്ത്രമാകിയാൽ ക്രിയ പ്രഥമ പുരുഷനും ദക്ഷിണേ രക്ഷ വാരാഹി ഇത്യാദിയിൽ ദേവീനാമം സമ്പുദ്യന്തമാകയാൽ ക്രിയ മധ്യമ പുരുഷനുമാണ്. അതാതിന്റെ ഉത്തര ചരണങ്ങളിൽ യഥായോഗ്യം അതാത് ക്രിയപദങ്ങളെ ചേർത്തുകൊള്ളണം. ഊർധ്വം ബ്രഹ്മാണി മ രക്ഷേൽ എന്ന ദിക്കിൽ ബ്രഹ്മാണി എന്നു സമ്പുതിയും ക്രിയ പ്രഥമ പുരുഷനുമാണ്. അവിടെ ഭവതി എന്ന് ചേർത്ത് കൊള്ളേണ്ടതാണ്. കിഴക്കേ ദിക്കിലിരിക്കുന്ന ഇന്ദ്രശക്തി എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ കിഴക്കേ ദിക്കിലിരിക്കുന്ന ഇന്ദ്രശക്തി, ഇന്ദ്രദേവി, ആ ഇന്ദ്രശക്തി എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കിഴക്കേ ദിക്കിലിരിക്കുന്ന എന്നെ രക്ഷിക്കട്ടെ. എല്ലായിടത്തും ഇതുപോലെ തന്നെ ശക്തിമാന്മാർക്ക് അഭേദമാകൊണ്ട് അഗ്നിരൂപയായ ദേവത അഗ്നിശക്തിയാകുന്നു. അഗ്നിരൂപയായ അഗ്നിശക്തിയാകുന്നു. അതുകൊണ്ട് അഗ്നികോണിൽ അഗ്നിശക്തി രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. യമശക്തിയാണ് വാരാഹി ദേവി. തെക്കേ ദിക്കിലിരിക്കുന്ന ഭഗവതി എന്നെ രക്ഷിച്ചാലും എന്നർത്ഥം. അപ്പം തെക്കേ ദിക്കില് വാരാഹി ദേവി രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. പ്രതീച്യാം വാരുണീ രക്ഷേദ്വായാവ്യാം മൃഗവാഹിനി രക്ഷേദൂതീച്യാം കൗമാരി ഈശാന്യാം ശൂലധാരിണി. ഈ ദേവി മഹാത്മ്യം നമ്മൾ പാരായണം ചെയ്യുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ ഇരുന്ന് പാരായണം ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വലിയ എന്താ പറയുക നീട്ടിക്കൊണ്ട് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത്രയും ഇതായിട്ട് വേണം പറയാൻ, സ്ഫുടമായിട്ട് തെറ്റുകൂടാതെ പറയണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ദേവിയോട് ഇപ്പോഴേ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. പടിഞ്ഞാറേ ദിക്കിൽ വാരുണിയും വായുകോണിൽ മൃഗവാഹിനിയും വടക്കേ ദിക്കിൽ കൗമാരിയും ഈശാനകോണിൽ ശൂലധാരിണിയും എന്നെ രക്ഷിക്കട്ടെ. ഇവിടെ ദിക്പാലകന്മാരെ പറയുന്ന പ്രകൃതമാകൊണ്ട് കൗമാരിക്ക് കുബേരശക്തി എന്നർത്ഥം. കുൽസിതമായിരിക്കുന്ന മാരത്തോട് മതത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം. അപ്പൊ കൗബേരിയുടെ രക്ഷണസ്ഥാനം മേൽ പറയുന്നുണ്ട്. ഒരു ദേവത തന്നെ 2 സ്ഥാനത്തെ രക്ഷിക്കണമെന്ന് പറയുന്നത് കൊണ്ട് ബാധകമില്ല. എന്തുകൊണ്ടെന്നാൽ മുൻ ശ്ലോകത്തിലെ വാരാഹിയും ഈ കൗമാരിയും സപ്തമാതൃക്കളിൽ അന്തർഭവിച്ചിട്ടുള്ളവരാകുന്നു. ശൂലധാരിണി ദേവി എന്ന് പറയുന്ന ഈശാന ശക്തിയാണ്. അപ്പം പടിഞ്ഞാറേ ദിക്കിൽ വാരുണി ദേവിയും വായു കോണിലെ മൃഗവാഹിനിയും വടക്കേ ദിക്കിൽ കൗമാരിയും ഈശാന കോണിൽ ശൂലധാരിണി ദേവിയും എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേദസ്ത്വാദൈഷ്ണവീ തദാ ഏവം ദശദിശോ രക്ഷേ ചാമുണ്ടാ ശവവാഹന. ഹേ ബ്രഹ്മാണി, ഈ ഊർധ്വഭാഗത്തെ രക്ഷിച്ചാലും അതുപോലെ വൈഷ്ണവി അധോ ഭാഗത്തെ രക്ഷിക്കട്ടെ. ഇങ്ങനെ എൻ്റെ 10 ദിക്കുകളിലും ശവവാഹനയായ ചാമുണ്ട രക്ഷിക്കട്ടെ. അപ്പോൾ എൻ്റെ ഊർധ്വഭാഗത്തെ ആരാണ്? ബ്രഹ്മാണി ദേവി രക്ഷിക്കട്ടെ എന്നും അതുപോലെ വൈഷ്ണവി ദേവി അധോ ഭാഗത്തെ രക്ഷിക്കട്ടെ എന്നും ഇങ്ങനെ 10 ദിക്കുകളിലും ശവവാഹനയായ ചാമുണ്ട രക്ഷിക്കട്ടെ എന്നുമാണ് പറയുന്നത്. അങ്ങനെ 10 ദിക്കുകളുണ്ട്. ഈ 10 ദിക്കുകളിലും ശവവാഹനയായ ചാമുണ്ടാദേവി ഭദ്രകാളി ദേവി രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ദശദിക് പാല ദേവതകളെ പോലെ 10 ദിക്കുകളിലും ഇരിക്കുന്ന ചാമുണ്ട എന്നെ രക്ഷിക്കട്ടെ. ബ്രഹ്മാണി ബ്രഹ്മാവിന്റെ ശക്തി. അല്ലയോ ബ്രഹ്മാണി, ഊർധ്വഭാഗസ്ഥിതയായ ഭഗവതി എന്നെ രക്ഷിച്ചാലും അല്ലെങ്കിൽ എൻ്റെ ഊർധ്വഭാഗത്തെ രക്ഷിച്ചാലും. ജയാമേ ചാഗ്രതഹസ്താദു വിജയാസ്താദു പൃഷ്ഠതഃ അജിതാ വാമ പാർശ്വേദു ദക്ഷിണേ ചാപരാജിതാം. എൻ്റെ മുൻഭാഗത്തു ജയാദേവിയും പിൻഭാഗത്തു വിജയാദേവിയും ഇടതുഭാഗത്ത് അജിതാദേവിയും വലതുഭാഗത്ത് അപരാജിതയും സ്ഥിതി ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മുൻഭാഗത്ത് ജയാദേവിയും പിൻഭാഗത്ത് വിജയാദേവിയും ഇടതുഭാഗത്ത് അജിതാദേവിയും വലതുഭാഗത്ത് അപരാജിത ദേവിയും സ്ഥിതി ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. എന്നെ രക്ഷിക്കുന്നതിനായി സ്ഥിതി ചെയ്യട്ടെ എന്ന് ആശപ്രയോഗമാകുന്നു. ശിഖാമുദ്യോതിനി രക്ഷേതു മാമൂർധിനി വ്യവസ്ഥിതാ മാലധാരി ലലാടേ ചാഭ്രുവൗ രക്ഷേദിശ്യസ്വിനി. ഉദ്യോതിനി ശിഖയെ രക്ഷിക്കട്ടെ. ഉമ മൂർധാവിൽ സ്ഥിതി ചെയ്യട്ടെ. ഉമ മൂർധാവിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് മൂർധാവിനെ രക്ഷിക്കട്ടെ.
നെറ്റിയിൽ മാലാധാരണിയും യശസ്വിനി പുരികങ്ങളെയും രക്ഷിക്കട്ടെ. അപ്പം ശ്രീ ഭൂവൗച രക്ഷയിൽ, അതായത് ഉദ്യോധനീ ദേവി ശിഖയെ രക്ഷിക്കട്ടെ എന്നും ഉമാദേവി മൂർധാവിനെ, അതായത് ശിരസിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് ശിരസിനെ, ആ മൂർധാവിനെ രക്ഷിക്കട്ടെ എന്നും നെറ്റിയിൽ മാലാധാരണി ദേവിയും അതുപോലെ പുരികത്തില് യശസ്വിനി ദേവിയും രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ദുർഗ ഉമാ മൂർധാവിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് മൂർധാവിനെ രക്ഷിക്കട്ടെ. ഉദ്യോതിനി ശിഖയിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് ശിഖയെ രക്ഷിക്കട്ടെ. ഇങ്ങനെ അവയവം പ്രതി യഥായോഗ്യം ചേർത്ത് കൊള്ളണം. അപ്പം ഓരോ അവയവങ്ങളെയും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ദിക്കുകളിലും എല്ലായിടത്തും ആ ദേവിമാർ നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ത്രിനേത്രാജ ഭ്രുവോർമധ്യേ യമഖണ്ഡാജ നാസികേ ശങ്കിനി ചക്ഷുഷോർമധ്യേ ശ്രോത്രയോർദ്വാരവാസിനി കപോലൗ കാളികാരക്ഷേൽ കർണമൂലേതു ശങ്കരി നാസികായാം സുഗന്ധാച ഉത്തരോഷ്ടേജ ചർച്ചിക. പുരികങ്ങളുടെ മധ്യത്തിൽ ത്രിനേത്രയും നാസികാപുടത്തിങ്കൽ യമഖണ്ഡയും നേത്രങ്ങളുടെ മധ്യത്തിൽ ശങ്കിനിയും ചെവികളിൽ ദ്വാരവാസിനിയും കപോലങ്ങളിൽ കാളികയും കർണമൂലത്തിങ്കൽ ശങ്കരിയും നാസികാദണ്ഡത്തിൽ സുഗന്ധയും ഉത്തരോഷ്ടത്തിൽ ചർച്ചികയും രക്ഷിക്കട്ടെ. അപ്പം പുരികങ്ങളുടെ മധ്യത്തിൽ വരുന്ന ആ ഭാഗത്തിൽ ത്രിനേത്രാദേവിയും അതുപോലെ നാസികാ ദ്വാരവാസിനിയും കപോലങ്ങളിൽ കാളികയും കർണമൂലത്തിൽ ശങ്കരിയും നാസികാദണ്ഡത്തിൽ സുഗന്ധയും ഉത്തരോഷ്ടത്തിൽ ചർച്ചികയും രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അതരേ ചാമൃതകലാ ജിഹ്വായതോ സരസ്വതി ദന്താൽ രക്ഷതു കൗമാരി കണ്ഠമധ്യേതു ചണ്ഡികാം. അധരോഷ്ടത്തിൽ അമൃതകലയും നാക്കിൽ സരസ്വതിയും ദന്തങ്ങളെ കൗമാരിയും കഴുത്തിന്റെ നടുവിൽ ചണ്ഡികയും രക്ഷിക്കട്ടെ. അപ്പം അധരോഷ്ടത്തിൽ അമൃതകലയും അതുപോലെ നാവിൽ സരസ്വതിയും ദന്തങ്ങളെ കൗമാരി ദേവിയും കഴുത്തിന്റെ നടുവിൽ ചണ്ഡികയും രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ഡികാം ചിത്രകണ്ഠാജ മഹാമായാച താലുകേ കാമാക്ഷി ചിമ്പുകം രക്ഷേൽ വാചം മേ സർവമംഗലാം. എന്റെ ഖണ്ഡമണിയെ ചിത്രകണ്ഠയും ഉൾനാക്കിനെ മഹാമായയും താടിയെ കാമാക്ഷിയും വാക്കിനെ സർവമംഗളയും രക്ഷിക്കട്ടെ. അപ്പൊ എന്റെ ഖണ്ഡമണിയെ ചിത്രകണ്ഠാദേവിയും അതുപോലെ ഉൾനാക്കിനെ നാക്കിന്റെയും ഉള്ളിലുള്ള ആ ഉൾനാക്കിനെ മഹാമായ ദേവിയും താടിയെ കാമാക്ഷി ദേവിയും അതുപോലെ പറയുന്ന വാക്കിനെ സർവമംഗളയും രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രീവായാം ഭദ്രകാളീജ പൃഷ്ഠവംശേ ധനുർധരി നീലഗ്രീവാ ബഹിഃ കണ്ഠേ നളികാം നളകൂപരി ഖണ്ഡദാരുണ്യഭൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണീം ഹസ്തയോർദണ്ഡിനീ രക്ഷേദംബികാ ചാങ്കുലീഷു ചാം. എന്റെ കഴുത്തിൽ ഭദ്രകാളിയും കഴുത്തിന്റെ പിൻഭാഗത്ത് ധനുർധരിയും കണ്ഠ ബഹിർഭാഗത്ത് നീലഗ്രീവയും കണ്ഠനാളത്തെ നളകൂപരിയും രണ്ടു തോളുകളെയും ഖഡ്ഗധാരിണിയും ബാഹുക്കളെ വജ്രധാരിണിയും ഹസ്തങ്ങളെ ദണ്ഡിനിയും വിരലുകളെ അംബികയും രക്ഷിക്കട്ടെ. അപ്പോൾ എന്റെ കഴുത്തിനെ ഭദ്രകാളി ദേവിയും കഴുത്തിന്റെ പിൻഭാഗത്ത് ധനുർധരിയും കണ്ഠ ബഹിർഭാഗത്ത് നീലഗ്രീവാദേവിയും കണ്ഠനാളത്തെ നളകൂപരി ദേവിയും രണ്ട് തോളുകളെയും ഖഡ്ഗധാരിണി ദേവിയും ബാഹുക്കളെ അതായത് കൈകളെ വജ്രധാരിണി ദേവിയും ഹസ്തങ്ങളെ ഈ കൈപ്പത്തിയായ ഹസ്തങ്ങളെ ദണ്ഡിനി ദേവിയും വിരലുകളെ അംബികാദേവിയും രക്ഷിക്കട്ടെ. ദുർഗ ബഹിഖണ്ഡം. തോൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം ബാഹുവും മുട്ടുമുതൽ വിരൽ വരെ ഹസ്തവുമാകുന്നു. നഗാം ശൂലേശ്വരി രക്ഷേൽ കുക്ഷൗ രക്ഷേ നളേശ്വരി സ്തനോ രക്ഷേ മഹാദേവി മനഃ ശോക വിനാശിനി. നഖങ്ങളെ ശൂലേശ്വരിയും ഉദരത്തിൽ നളേശ്വരിയും സ്തനങ്ങളെ മഹാദേവിയും മനസ്സിനെ ശോകവിനാശിനിയും രക്ഷിക്കട്ടെ.
അപ്പം നഖങ്ങളെ ശൂലേശ്വരി ദേവിയും, ഉദരത്തെ വയറിനെ നളേശ്വരി ദേവിയും, സ്തനങ്ങളെ മഹാദേവിയും, അതുപോലെ മനസ്സിനെ ശോകവിനാശിനിയും, ശോകങ്ങളെ എല്ലാം വിനാശനം ചെയ്യുന്ന ആ ശോകവിനാശിനി ദേവി ഹൃദയത്തെയും സംരക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ഹൃദയം ലളിതാദേവി ഹ്യുദരേ ശൂലധാരിണി, നാഭിം ച കാമിനി രക്ഷേൽ ഗുഹ്യം ഗുഹ്യേശ്വരി തഥാ. ഹൃദയത്തെ ലളിതാദേവിയും, ഉദരത്തിൽ ശൂലധാരിണിയും, നാഭിയെ കാമിനിയും, ഗുഹ്യസ്ഥലത്തെ ഗുഹേശ്വരിയും രക്ഷിക്കട്ടെ. അപ്പം ഹൃദയത്തെ ആ ലളിതാദേവിയും, ഉദരത്തെ വയറിനെ ശൂലധാരിണി ദേവിയും, നാഭിയെ കാമിനി ദേവിയും, അതുപോലെ ഗുഹ്യസ്ഥലത്തെ ഗുഹേശ്വരി ദേവിയും രക്ഷിക്കട്ടെ. ഭൂതനാദാജമ്രേടച്ച ഗുദം മഹിഷവാഹിനി, കഡ്യാം ഭഗവതി രക്ഷേൽ ജാനുനി വിന്ധ്യവാസിനി. ലിംഗത്തെ ഭൂതനാഥയും, ഗുദത്തെ മഹിഷവാഹിനിയും, കടിപ്രദേശത്തിൽ ഭഗവതിയും, മുട്ടുകളെ വിന്ധ്യവാസിനിയും രക്ഷിക്കട്ടെ. ജംഗേ മഹാബലാ പ്രോക്ത ജാനുമധ്യേ വിനായകി, ഗുൽഫയോർനാരസിംഹി ച പാദപൃഷ്ഠേവമിദൗജസി, പാദാംഗുലീഹ ശ്രീധരി പ്രോക്ത ജാനുമധ്യേ വിനായകി, ഗുൽഫയോർനാരസിംഹി ച പാദപൃഷ്ഠേമിദൗജസി, പാദാംഗുലീഹ ശ്രീധരി ച പാദാദസ്ഥലവാസിനി, നഗാൻ ദ്രംഷ്ടാഹ കരാളി ച കേശാം ചൈവോർധകേശ്വരി. കണങ്കാലുകളെ ആഗമാദികളിൽ പറയപ്പെടുന്ന മഹാബലയും, മുട്ടുകളുടെ മധ്യത്തിൽ വിനായകിയും, നരിയാണികളിൽ നാരസിംഹിയും, പുറംകാലിൽ അമിതൗജസിയും, കാൽവിരലുകളെ ശ്രീധരിയും, പാദാദോ ഭാഗങ്ങളിൽ തലവാസിനിയും, നഖങ്ങളെ കരാളിയും, കേശങ്ങളെ ഊർധ്വകേശിനിയും രക്ഷിക്കട്ടെ. പാതാളസ്ഥലവാസിനി, അതായത് തലവാസിനി എന്നാണ് പാതാള തലവാസിനിനെ പറയുന്നത്. നഗാം ശൂലേശ്വരി, നഖാൻ ദ്രംഷ്ട്രാകരാളി. ഇങ്ങനെ നഖരക്ഷണത്തിന് 2 ദേവതകളെ പറയുന്നു. അതായത് നഖാം ശൂലേശ്വരി ദേവിയും ഉണ്ട്, അതുപോലെ നഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദ്രംഷ്ട്രാകരാളി എന്ന് പറയുന്ന ദേവിയും ഉണ്ട്. ഒരു ദേവതയ്ക്ക് 2 സ്ഥാനങ്ങളുടെ രക്ഷണം എങ്ങനെ വിരോധമില്ലയോ, അതുപോലെ 2 ദേവതകൾക്ക് ഒരു സ്ഥാനത്തിന്റെ രക്ഷണവും വിരോധമില്ലാതാകുന്നു. ഇതുപോലെ വേറെയുമുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഒരു ഇത് തന്നെ സംരക്ഷിക്കാൻ ചിലപ്പോൾ 2 ദേവിമാരും ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. രോമകൂപാനി കൗബേരി ത്വജം ഭാഗീശ്വരി തഥാ, രക്തമഞ്ജാവസാമാംസാന്യാസ്തി മേധാംസി പാർവതി. രോമകൂപങ്ങളെ കൗബേരിയും, ത്വക്കിനെ വാഗീശ്വരിയും, രക്തം, മജ്ജ, മാംസം, അസ്ഥി, മേധസ് ഇവയെ പാർവതിയും രക്ഷിക്കട്ടെ. അപ്പം രോമകൂപാദികളെ, നമ്മുടെ ശരീരത്തുള്ള രോമകൂപാദികളെ കൗബേരി ദേവിയും, ത്വക്കിനെ വാഗീശ്വരി ദേവിയും, നമ്മുടെ രക്തം, മജ്ജ, മാംസം, അസ്ഥി, മേധസ് ഇവയെ പാർവതീദേവിയും രക്ഷിക്കട്ടെ. ആന്ധ്രാണി കാളരാത്രിച്ച പിത്തഞ്ചാ മുകുടേശ്വരി, പത്മാവതി പത്മകോശേ ഖവേ ചൂടാമണിസ്തദാം. കുടലുകളെ കാളരാത്രിയും, പിത്തത്തെ മുകുടേശ്വരിയും, വാദത്തിൽ പത്മാവതിയും, ഖഭത്തിൽ ചൂടാമണിയും രക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ കുടലുകളെ രക്ഷിക്കുന്നത് കാളരാത്രി ദേവിയാണ്, ഭദ്രകാളി ദേവിയും, പിത്തത്തെ മുകുടേശ്വരി ദേവിയും, വാദത്തിൽ പത്മാവതി ദേവിയും, ഖഭത്തിൽ ചൂടാമണി ദേവിയും. ഖഭം അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അതിന് ചൂടാമണി ദേവിയും നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. പ്രാണരക്ഷണം മേൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പത്മകോശ പ്രതീകാശം ഹൃദയം ചാപ്യധോ മുഖം എന്ന് ശ്രുതിയിൽ പറയുന്ന ഹൃദയം തന്നെ പത്മകോശ ശബ്ദം കൊണ്ട് ഗ്രാഹ്യം എന്ന് മറ്റു ചിലരുടെ പക്ഷം. ചൂടാമണി എന്ന പേരോട് കൂടിയ ദേവി രക്താസുരവധത്തിൽ പ്രസിദ്ധയാകുന്നു. അപ്പം ചൂടാമണി എന്ന പേരോട് കൂടിയ ഒരു ദേവിയുണ്ട്. ആ ദേവി രക്താസുരനെ വധിക്കുന്നതിൽ പ്രസിദ്ധയാണ്. ജ്വാലാമുഖി നവജ്വാലാമഭീദ്യ സർവസന്ധിഷു, ശുക്രം ബ്രഹ്മാണി മേ രക്ഷേൽ ഛായാം ചത്രേശ്വരി തഥാ. നഖതേജസ്സിനെ ജ്വാലാമുഖിയും, എല്ലാ സന്ധികളിലും അഭേദ്യയും
നിഴലിനെ ഛത്രേശ്വരിയും രക്ഷിക്കട്ടെ. അല്ലയോ ബ്രഹ്മാണി ഭഗവതി, എൻ്റെ ശുക്ലത്തെ രക്ഷിച്ചാലും. അഫേദ്യ എന്ന ദേവത സർവസന്ധികളിലും ഇരുന്ന് സർവസന്ധികളെയും രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ സർവസന്ധികളെയും രക്ഷിക്കുന്ന ദേവിയാണ് അഫേദ്യാദേവി എന്ന് പറയുന്നത്. ഹേ ബ്രഹ്മാണി ഭവതി, എൻ്റെ ശുക്ലത്തെ രക്ഷിച്ചാലും എന്നർത്ഥം. അഹങ്കാരം മനോബുദ്ധിം രക്ഷമേ ധർമ്മചാരിണി. അതായത്, അല്ലയോ ധർമ്മചാരിണി, നിന്തിരുവടി എൻ്റെ അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും രക്ഷിച്ചാലും. അന്ധകരണം മനസ്സോട് ചേർന്നു 4 വിധമാകൊണ്ട് ഇവിടെ മനഃശബ്ദം ചിത്തത്തെ പറയുന്നതാകുന്നു. മനശ്ലോക വിനാശിനി എന്ന ദിക്കിലെ മനസ്സിനുള്ള അർത്ഥമല്ല. അവിടെ മനസ്സിന്റെ ശ്ലോകത്തെ വിശേഷണ നശിപ്പിക്കുന്നവൾ എന്നു മഹാദേവിയുടെ വിശേഷണമായിട്ടും എടുക്കാം. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ധർമ്മവും അഹങ്കാരവും ഉണ്ടാവേണ്ടത്, അതായത് സ്ത്രീകൾക്ക് ചില സമയത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യല്ലേ. അപ്പൊ ആ പ്രതികരണം എന്ന് പറയുന്നത് ആ ധർമ്മമാണ്. ആ ധർമ്മവും അതുപോലെ ആ അഹങ്കാരവും ആ സമയത്ത് ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് നല്ലൊരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ശത്രുക്കളെ ഇതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ധർമ്മം അഹങ്കാരം. അങ്ങനെയുള്ള ആ ധർമ്മത്തെയും അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം ധർമ്മചാരിണീ ദേവിയോടാണ് രക്ഷിക്കാൻ പറയുന്നത്. അങ്ങനെയുള്ളതിനെ ധർമ്മചാരിണീ ദേവി രക്ഷിക്കട്ടെ. പ്രാണാപാനോ തഥാ വ്യനസമാനോ ദാനമേവ ച യശഃ കീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണീം. പ്രാണാപാനന്മാരെയും വ്യസന മനോധാനന്മാരെയും യശസ്സിനെയും കീർത്തിയെയും ലക്ഷ്മിയെയും ഐശ്വര്യത്തെയും എല്ലായ്പ്പോഴും ചക്രേശ്വരി ദേവി രക്ഷിക്കട്ടെ. അപ്പം പ്രാണാപാനന്മാരെയും അതുപോലെ വ്യനസമാനോധന്മാരെയും യശസ്സിനെയും, നമ്മുടെ യശസ്സിനെയും കീർത്തിയെയും ലക്ഷ്മിയെയും ഐശ്വര്യത്തെയും എല്ലായ്പ്പോഴും ചക്രേശ്വരി ദേവി രക്ഷിക്കട്ടെ. അപ്പം നമ്മുടെ യശസ്സിനെയും ഐശ്വര്യത്തെയും ലക്ഷ്മിയെയും അതുപോലെ നമ്മുടെ എന്താ പറയുന്ന വ്യാനസമാനോധാന്മാരെയും പ്രാണാപാനന്മാരെയും എല്ലായ്പ്പോഴും കീർത്തിയെയും, നമുക്കുണ്ടാകുന്ന കീർത്തിയും പ്രശസ്തിയും ഇതെല്ലാം തന്നെ ആ അഭിമാനം, കീർത്തി, യശസ്, പ്രശസ്തി, ഐശ്വര്യം, ലക്ഷ്മി ഇതിനെ എല്ലാം രക്ഷിക്കുന്ന ദേവിയാണ് ചക്രേശ്വരി ദേവി. അങ്ങനെയുള്ള ആ ചക്രേശ്വരി ദേവി ഈ ഐശ്വര്യത്തെ എല്ലാം രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം രക്ഷിക്കട്ടെ. ഗോത്രമിന്ദ്രാണി മേ രക്ഷ്യൽ പശൂൻ മേ രക്ഷ ചണ്ഡികേ. അല്ലയോ ഇന്ദ്രാണി ഭവതി, എൻ്റെ വംശത്തെ രക്ഷിച്ചാലും. അല്ലയോ ചണ്ഡികേ, നിന്തിരുവടി എൻ്റെ പശുക്കളെ രക്ഷിച്ചാലും. അപ്പോൾ ഇന്ദ്രാണി ദേവിയാണ് വംശത്തെ രക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രാണി ദേവി എൻ്റെ വംശത്തെ രക്ഷിച്ചാലും, അതുപോലെ അല്ലയോ ചണ്ഡികാദേവി നിന്തിരുവടി എൻ്റെ പശുക്കളെ എല്ലാം രക്ഷിച്ചാലും എന്നാണ് പറയുന്നത്. പുത്രാൻ രക്ഷേ മഹാലക്ഷ്മി ഭാര്യാം രക്ഷതു ഭൈരവി മാർഗം ക്ഷേമകരീ രക്ഷേ ദ്വിജയാ സർവദഃ സ്ഥിതാ. പുത്രന്മാരെ മഹാലക്ഷ്മിയും ഭാര്യയെ ഭൈരവിയും മാർഗത്തെ എല്ലാ ദിക്കിലും വസിക്കുന്ന വിജയയായ ക്ഷേമംകരിയും രക്ഷിക്കട്ടെ. അപ്പം നമ്മുടെ പുത്രന്മാരെ എല്ലാം മഹാലക്ഷ്മി ദേവിയും അതുപോലെ ഭാര്യയെ ഭൈരവീ ദേവിയും മാർഗത്തെ എല്ലാ ദിക്കിലും വസിക്കുന്ന വിജയായ ക്ഷേമംകരീ ദേവിയും രക്ഷിക്കട്ടെ. രക്ഷാഹീനന്തു യൽ സ്ഥാനം വർജിതം കവചേന തു തൽസർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി. കവചത്തോടു കൂടാതെ രക്ഷാഹീനമായി യാതൊരു സ്ഥാനമുണ്ടോ അതെല്ലാം എൻ്റെ ദേവിയായി സർവോത്കൃഷ്ടയായി പാപനാശിനിയായി ഇരിക്കുന്ന നിന്തിരുവടി രക്ഷിച്ചാലും. യാതൊരു സ്ഥാനം കവചത്തോടു കൂടാതെ രക്ഷാഹീനമായി ഭവിക്കുന്നുവോ, കവചത്തിൽ ആ സ്ഥാനത്തിന്റെ ഊഹം പോലും ഇല്ലാതിരിക്കുന്നുവോ, ആ സ്ഥാനങ്ങളെയെല്ലാം എൻ്റെ ദേവി നിന്തിരുവടി രക്ഷിച്ചാലും. എന്തുകൊണ്ടെന്നാൽ നിന്തിരുവടി സർവോത്കൃഷ്ടയും പാപനാശിനിയായും ഭവിക്കുന്നുവല്ലോ. അപ്പോൾ ഇനി ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗം എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ദിക്കുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വന്ന് ആ ദിക്കുകളിലെല്ലാം വന്ന് ആ ശരീരത്തിൽ എല്ലായിടത്തും വന്ന് ദേവി എന്നെ രക്ഷിച്ചാലും എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള നിന്തിരുവടി സർവോത്കൃഷ്ടയായും പാപനാശിനിയായിട്ടും ഇരിക്കുന്നുവല്ലോ, ഭവിക്കുന്നുവല്ലോ. അങ്ങനെയുള്ള നിന്തിരുവടി ഈ കവചത്തിൽ സ്ഥാനത്തിൽ എനിക്ക് ഊഹം പോലും ഇല്ലാത്തടുത്ത് എവിടെയൊക്കെ കവചമില്ലാതിരിക്കുന്നു അവിടെ എല്ലാം വന്ന് ദേവി രക്ഷിച്ചാലും എന്നാണ് പറയുന്നത്. പദമേകം നഗച്ഛേത്തു യദിച്ഛേ ശുഭമാത്മനഃ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർദ്ധലാഭശ്ച വിജയഃ സർവകാമികാഃ യം യം ചിന്തയതേ കാമം തം തം പ്രാപ്നോതി നിശ്ചിതം. തന്റെ ശുഭത്തെ ഇച്ഛിക്കുന്നവൻ കവചത്തോടു കൂടാതെ ഒരടി പോലും നടക്കരുത്. ദിവസം തോറും കവചത്തെ ധരിച്ചുകൊണ്ട് ഏതു ദിക്കിലെല്ലാം സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം ധനലാഭവും സർവ്വവിധ വിജയങ്ങളും ഉണ്ടാകുന്നു. വിചാരിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുകയും ചെയ്യുന്നു എന്ന് നിശ്ചയം. അപ്പോൾ ദേവിയുടെ കവചത്തെ, ദേവി തന്നെ പറയുകയാണിതിൽ, ദേവിയുടെ കവചത്തെ ധരിക്കാതെ ആരും എങ്ങും ഒരു ദിക്കുകളിലേക്ക് എങ്ങും ഇറങ്ങി നടക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ദേവിയുടെ കവചത്തെ ധരിച്ചുകൊണ്ട് ഏതെല്ലാം ദിക്കുകളിൽ സഞ്ചരിക്കുന്നുവോ ആ ദിക്കുകളിലെല്ലാം ഐശ്വര്യവും ധനലാഭവും സർവ്വവിധ വിജയങ്ങളും ഉണ്ടാവുന്നു. അതുപോലെ വിചാരിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുകയും ചെയ്യുന്നു. അത് നിശ്ചയമാണ്. ഇത്യാദി കൊണ്ട് കവചധാരണത്തിന്റെ ഫലം പറയുന്നു. കവചം ധരിക്കാതെ പുറത്തിറങ്ങി നടക്കുവാൻ പാടില്ല എന്ന് ചേർത്തോളാം. അപ്പം കവചം ധരിക്കാതെ നമ്മൾ ദേവീ ഭക്തരുണ്ടെങ്കിൽ ഏത് ഭക്തരായാലും ശരി തന്നെ ദേവി കവചം ധരിക്കാതെ പുറത്ത് ഇറങ്ങി നടക്കരുത് എന്നാണ് പറയുന്നത്. ഇത്യാദി കൊണ്ട് കവചധാരണത്തിന്റെ ഫലമാണ് ഇവിടെ പറയുന്നത്. അനന്തരം ബ്രഹ്മാവ് കവചധാരണം കൂടാതെ ഇരിക്കരുതെന്ന് ഉപദേശിച്ചിട്ട് കവചേനാവൃതോ ഇത്യാദി ഫലശ്രുതിയെ പറയുന്നു. തന്റെ ശുഭത്തെ ഇച്ഛിക്കുന്ന പുരുഷൻ കവചത്തോടു കൂടാതെ ഒരടി വെക്കരുത്. അപ്പം ദേവിയുടെ ശുഭത്തെ ഇച്ഛിക്കുന്ന പുരുഷനാണെന്നുണ്ടെങ്കിൽ ദേവീ കവചം ധരിക്കാതെ ഒരടി പോലും പുറത്ത് വെക്കരുത് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ദേവിയുടെ കവചം എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ്. നമുക്ക് കവചം ധരിക്കാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പലരും പല നെഗറ്റീവ്സ് ആയിട്ടുള്ള എനർജികളും നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ചിലരുടെ ശരീരത്തിലൊക്കെ അങ്ങനെ പ്രേതബാധ കൂടി അങ്ങനെയൊക്കെ പറയുന്നില്ലേ. കാരണം നമ്മൾ തീർച്ചയായിട്ടും പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദേവീ കവചം ധരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളെ പലതരത്തിലുള്ള നെഗറ്റീവ്സിലേക്ക് പലരും വലിച്ചു കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മളെ ഈ പറയുന്ന നെഗറ്റീവ്സുകളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ച് പോസിറ്റീവാക്കി നമ്മളെ രക്ഷിക്കാൻ ആ ദേവീ കവചത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളെ സംരക്ഷിക്കാൻ ഓരോ ദേവിമാരാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും ദേവീ കവചമാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ദേവീ കവചം തീർച്ചയായിട്ടും ധരിക്കണമെന്നാണ് ഇവിടെ ബ്രഹ്മാവും പറയുന്നത്. അപ്പോൾ ദേവീ കവചം ധരിച്ചുകൊണ്ട് മാത്രം എല്ലാവരും തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങുക. പരമൈശ്വര്യമതുലം പ്രാപ്സ്യേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യഃ സംഗ്രാമേഷ പരാജിതാം. കവചത്തോടു കൂടിയ പുരുഷൻ ഭൂമിയിൽ തുല്യമില്ലാത്ത ഉത്കൃഷ്ട ഐശ്വര്യത്തെ പ്രാപിക്കുന്നു. ആ മനുഷ്യൻ യുദ്ധങ്ങളിൽ തോൽക്കാത്തവനായിട്ട് ഭയമില്ലാത്തവനായി ഭവിക്കുന്നു. അപ്പം കവചത്തോടു കൂടിയുള്ള പുരുഷൻ എന്ന് പറയുന്നത് ഭൂമിയിൽ തുല്യമില്ലാത്ത ഉത്കൃഷ്ട ഐശ്വര്യത്തെ പ്രാപിക്കുന്നവനാകുന്നു. ആ മനുഷ്യൻ യുദ്ധങ്ങളിൽ തോൽക്കാത്തവനായിട്ട് ഭയമില്ലാത്തവനായിട്ട് ഭവിക്കുന്നു. അപ്പൊ ഏത് യുദ്ധം വന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിലൊന്നും ആ പുരുഷന് തോൽവി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. വിജയം കൈവരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ത്രൈലോകേ തു ഭവേൽ പൂജ്യഃ കവചേനാവൃതഃ പുമാൻ. കവചത്താൽ ചുറ്റപ്പെട്ട പുരുഷൻ 3 ലോകങ്ങളിലും പൂജ്യനായി ഭവിക്കും. അപ്പൊ കവചത്താൽ ചുറ്റപ്പെട്ട പുരുഷനാണെന്നുണ്ടെങ്കിൽ 3 ലോകങ്ങളിലും പൂജ്യനായി ഭവിക്കുന്നതാണ്. ഇതന്തു ദേവ്യാഹ കവചം ദേവനാമാനി ദുർലഭം യഹ പടേൽ പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാന്വിതഃ ദൈവീ കലാ ഭവേത് തസ്യ ത്രൈലോകേ ചാപരാജിതഃ ജീവേദുർശതം സാഗ്രമ മൃത്യുവർ വിവർജിതഃ. ജീവേദുർശതം സാഗ്രമ അപമൃത്യു വിവർജിതഃ. നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയഃ സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യദ്വിഷം. ദേവന്മാർക്ക് കൂടി ദുർലഭമായ ദേവിയുടെ ഈ കവചത്തെ യാവനൊരുത്തൻ ശുദ്ധനായി ശ്രദ്ധയോടു കൂടിയവനായി ദിവസം തോറും 3 സന്ധിയിലും പാഠം ചെയ്യുന്നുവോ അവന് ദേവിയുടെ ഒരു കടാക്ഷം ചൈതന്യാംശം ഉണ്ടാകും.
അവൻ 3 ലോകങ്ങളിലും തോൽക്കാത്തവനായി അപമൃത്യുകളോട് കൂടാത്തവനായി 100 വർഷം മുഴുവനും ജീവിച്ചിരിക്കും. ആ പുരുഷനും അസൂരി മുതലായ എല്ലാ വ്യാധികളും നശിച്ചു പോകുന്നു. സ്ഥാവരമായും ജംഗമമായും കൃത്രിമമായും ഉള്ള എല്ലാ വിഷമങ്ങളും നാശത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോ ദേവന്മാർക്ക് കൂടി ദുർലഭമായിട്ടുള്ളതാണ് ദേവിയുടെ ഈ കവചം. ദേവിയുടെ ഈ കവചത്തെ യാവൊരുത്തൻ ശുദ്ധനായി ശ്രദ്ധയോടുകൂടിയവനായി ദിവസം തോറും 3 സന്ധ്യയിലും പാഠം ചെയ്യുന്നു, അവന് ദേവിയുടെ ഒരു കടാക്ഷം, ദേവിയുടെ ആ ചൈതന്യാംശം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അവന് 3 ലോകത്തിലും തോൽക്കാത്തവനായി മൃത്യുക്കളോട് കൂടാത്തവനായി 100 വർഷം മുഴുവനും ജീവിച്ചിരിക്കും. 100 വർഷം മുഴുവനും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതായിരിക്കും. അതുപോലെ അവന് അപമൃത്യു സംഭവിക്കുകയില്ല. അതുപോലെ 3 ലോകത്തിലും അവന് തോൽവി ഉണ്ടാവുകയില്ല. മസൂരി മുതലായ എല്ലാ വ്യാധികളും നശിച്ചു പോകുന്നു. ആ പുരുഷന് മസൂരി അങ്ങനെയുള്ള വലിയ വലിയ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ രോഗങ്ങളെല്ലാം തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. സ്ഥാവരമായും ജംഗമമായും കൃത്രിമമായുമുള്ള എല്ലാ വിഷങ്ങളും നാശത്തെ പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ സ്ഥാവരമായും ജംഗമമായും കൃത്രിമമായിട്ടുമുള്ള എല്ലാ വിഷങ്ങളും, അങ്ങനെയുള്ള എല്ലാ വിഷങ്ങളും നാശത്തെ പ്രാപിക്കുകയും ചെയ്യുന്നതായിരിക്കും. അഭിചാരിണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂജരാഹ കേജരാജൈവ ജലജാതൗപദേശികാഃ സഹജഃ കുലജാമാല ഡാഗിനി ശാകിനി തഥാ അന്തരീക്ഷ ചരാഘോര ഡാഗിന്യഞ്ച മഹാബലഃ ഗ്രഹഭൂത പിശാചാച യക്ഷഗന്ധർവരാക്ഷസഃ ബ്രഹ്മരാക്ഷസ വേതാളഃ കൂഷ്മാണ്ഡാ ഭൈരവാദയഃ നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. ഭൂമിയിലുള്ള മന്ത്രയന്ത്രങ്ങളെ സംബന്ധിച്ച എല്ലാ ആഭിചാരങ്ങളും, ഭൂമിയിൽ ചരിക്കുന്നവയും ആകാശത്തിൽ സഞ്ചരിക്കുന്നവയും ജലത്തിൽ നിന്നുണ്ടായവയും ഔപദേശികങ്ങളും സഹജകളും ആയ ദേവതകളും കുലജകൾ, മാല, ഡാഗിനി, ശാകിനി മുതലായ ദുഷ്ടദേവതകളും ഘോരങ്ങളായ അന്തരീക്ഷ ചരങ്ങളും മഹാബലകളായ ഡാഗിനിയും ഗ്രഹഭൂത പിശാചുക്കളും യക്ഷഗന്ധർവ രാക്ഷസന്മാരും ബ്രഹ്മരാക്ഷസ വേതാളങ്ങളും കൂഷ്മാണ്ഡയും ഭൈരവാദികളും കവചം ഹൃദ്യസ്ഥമായിരിക്കും സമയത്തിങ്കൽ അവന്റെ ദർശനം കൊണ്ട് നശിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഭൂതപ്രേത പിശാചുകൾ, അങ്ങനെയുള്ള ദേവതമാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇതെല്ലാം ഒന്നും നമ്മളെ അടുക്കുകയില്ല. അങ്ങനെയുള്ളതെല്ലാം ഈ കവചം ധരിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം അവരെ ദർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നശിച്ചു പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള ദുഷ്ടശക്തികളെല്ലാം തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. അതേപോലെ ആഭിചാരങ്ങൾ, ചിലർ ആഭിചാരങ്ങളൊക്കെ ചെയ്തു വിടാറുണ്ട്. അങ്ങനെയുള്ള ആഭിചാര ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഭിചാര ദോഷങ്ങളെല്ലാം ഇല്ലാതാവുന്നതായിരിക്കും. അതുപോലെ ആകാശത്തിൽ സഞ്ചരിക്കുന്നതും ജലത്തിൽ സഞ്ചരിക്കുന്നതും ഔപദേശിക സഹജകളുമായ ദേവതകളും കുലജകള്, മാല, ഡാഗിനി, ശാകിനി തുടങ്ങിയ ദുഷ്ടദേവതകളും അതേപോലെ ഘോരങ്ങളായ അന്തരീക്ഷ ചരങ്ങളും മഹാബലകളായ ഡാഗിനികളും ഗ്രഹഭൂത പിശാചുക്കളും യക്ഷഗന്ധർവ രാക്ഷസന്മാരും ബ്രഹ്മരാക്ഷസ വേതാളങ്ങളും കൂഷ്മാണ്ഡയും ഭൈരവാദികളും എല്ലാവരും തന്നെ ഈ കവചം ഹൃദ്യസ്ഥമാക്കിയിരിക്കുന്നതോടെ, ഈ കവചം ധരിച്ചിരിക്കുന്ന ഒരാൾ ദർശിക്കുന്നതോടെ അതെല്ലാം തന്നെ ആ ദുഷ്ടശക്തികളെല്ലാം തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. മനോനദിർഫ വേദ്രാജ്ഞഃ ത്രജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോഭി കീർത്തിമണ്ഡിതഭൂതലേ. ഈ കവചപാഠകന് രാജാവിങ്കൽ നിന്ന് ബഹുമാനമുണ്ടാകും. ഈ പാഠം ഏറ്റവും തേജോവൃദ്ധിയെ ചെയ്യുന്നതാകുന്നു. കവചപാഠകൻ തന്റെ കീർത്തി കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭൂമണ്ഡലത്തിൽ യശസ് കൊണ്ട് വർദ്ധിക്കുന്നു. രാജസമ്മതനായും തേജസ്വിയായും യശസ്വിനിയായും തീരുമെന്ന് താല്പര്യം. അപ്പം ഈ കവചപാഠകന് രാജാവിങ്കിൽ നിന്ന് വരെ ബഹുമാനമുണ്ടാകും. അതുപോലെ ഈ പാഠം ഏറ്റവും തേജോവൃദ്ധിയെ ചെയ്യുന്നതാകുന്നു, ഏറ്റവും തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാകുന്നു. അതുപോലെ തന്നെ കവചപാഠകൻ തന്റെ കീർത്തി കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭൂമണ്ഡലത്തിൽ യശസ് കൊണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. രാജസമ്മതിതനായും തേജസ്വിയായും യശസ്വിനിയായും തീരുമെന്ന് താല്പര്യം. ജപേ സപ്തശതീം ചണ്ഡീം കൃത്വാ തു കവചം പുരാ യാവൽ ഭൂമണ്ഡലം ദത്തേ ശലൈ സശൈലവനകാനനം താവത്തിഷ്ഠതി മേദ്യാനാം സന്തതിഹ പുത്രപൗത്രികീ ദേഹാന്തേ പരമം സ്ഥാനം യൽസുരൈരപി ദുർലഭം
പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദതേ. ഈ കവചം മുൻപിൽ ജപിച്ചിട്ട് പിന്നെ സപ്തശതി പാഠം ചെയ്യണം. എന്നാൽ അവന് ആദിശേഷൻ പർവ്വത കാനനങ്ങളോടുകൂടിയ ഈ ഭൂമണ്ഡലത്തെ എത്ര കാലം ധരിക്കുന്നുവോ അതുവരെ ഭൂമിയിൽ പുത്രപൗത്രാദി സന്തതികൾ നിലനിൽക്കുന്നതാകുന്നു. ആ പുരുഷൻ മഹാമായ പ്രസാദം നിമിത്തം ദേഹാവസാനത്തിൽ ദേവന്മാർക്കും ദുർലഭമായി നിത്യമായിരിക്കുന്ന പരമപദത്തെ പ്രാപിക്കുന്നു. ഇവിടെ കവചം മുതൽ ജപിച്ചിട്ട് സപ്തശതി ജപിക്കണമെന്നുള്ള വിധി കവചം സപ്തശതിയുടെ അംഗമാണെന്ന് സ്ഥാപിക്കുന്നതിനാകുന്നു. ഇതുപോലെ മറ്റു പ്രമാണങ്ങളും കവചത്തിന് സപ്തശതി പാഠകത്വം സിദ്ധിക്കുന്നുണ്ട്. യാവൽ ഭൂമണ്ഡലമിത്യാദി പൂർണ്ണപാഠ ഫലശ്രുതിയാകുന്നു. പുര എന്നതിന് മുമ്പിൽ എന്ന് മാത്രം അർത്ഥമാണ്. രാത്രി സൂക്തം ജപേദാദോ എന്ന ദിക്കിൽ രാത്രി സൂക്തത്തിന് മുമ്പിൽ നവാർണ ജപം വിധിച്ചിരിക്കൊണ്ട് ആദി ശബ്ദത്തിന് സപ്തശതിക്ക് മുമ്പിൽ എന്ന് താല്പര്യമാകുന്നു. ഇതുപോലെ തന്നെ അർഗളാ സ്തോത്രവും ഇതം സ്തോത്രം പഠിത്വാതു മഹാസ്തോത്രം പഠേ നരഹ എന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതും സപ്തശതിയുടെ അംഗം തന്നെ. കവചം, അർഗളം, കീലകങ്ങൾ, നവാർണം, രാത്രി സൂക്തം, ചണ്ഡീ സ്തവം, ദേവീ സൂക്തം, നവാർണം, രഹസ്യത്രയം ഇങ്ങനെയാകുന്നു ജപക്രമം. അപ്പൊ ഇവിടെ കവചം ജപിച്ചതിന് ശേഷം സപ്തശതി ജപിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആദിശേഷൻ പർവ്വത കാനനങ്ങളോടുകൂടിയ ഈ ഭൂമണ്ഡലത്തെ എത്ര കാലം ധരിക്കുന്നുവോ അതുവരെ ഭൂമിയിൽ പുത്രപൗത്രാദി സന്തതികൾ നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ ഈ പുരുഷൻ മഹാമായ പ്രസാദ നിമിത്തം ദേഹാവസാനത്തിൽ ദേവന്മാർക്കും ദുർലഭമായിട്ടിരിക്കുന്ന നിത്യമായിരിക്കുന്ന ആ പരമപദത്തെ പ്രാപിക്കുന്നതായിരിക്കും. അടുത്തത് നമുക്ക് പാർവതി പരമാവിദ്യ ബ്രഹ്മവിദ്യാ പ്രദായിനി വിശേഷേണൈവ ജന്തൂനാം നാത്ര സന്ദേഹ കാരണം. ശ്രീദേവീ കവചം സമാപ്തം. ശ്രീ മഹാദേവി നമഃ. ദേവി. ഇനി നമുക്ക് അടുത്തതാണ് സപ്തശതി. അപ്പോൾ നമുക്ക് ആ ദേവിയുടെ കവചം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കലികാലത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ, പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇല്ലാതായി അതിൽ നിന്നെല്ലാം നമ്മെ എല്ലാവരെയും രക്ഷിച്ച് ആ ദേവി കാത്ത് രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലവർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ആ ദേവിയുടെ കവചം എല്ലാ നല്ലവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ശോഭങ്ങളിൽ നിന്നും എല്ലാവരെയും ദേവി സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീദേവി മഹാത്മ്യം പ്രഥമചരിതം സപ്തശതീന്യാസഃ. അസ്യ ശ്രീപ്രഥമമന്ത്യോത്തമചരിത്രരൂപ സപ്തശതീമാലാമന്ത്രസ്യ ബ്രഹ്മവിഷ്ണുരുദ്രാ ഋഷയഃ ഗായത്രിഷ്ണീ ഗനുഷ്ടപ്പുച്ഛന്ദാസി. ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യാഹ ദേവതാ രക്തദന്തികാ ദുർഗാ ഭ്രാമര്യോ ബീജാനിഹ നന്ദാശോകം ഹരീഭീമഃ ശക്തയഃ അഗ്നിം വായുഃ സൂര്യസ്തത്വാനി ഋഗ്യജുസ്സാമവേദാ ധ്യാനാനി സർവാഭീഷ്ടസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. खड्गिनी शूलिनी घोरा गदिनी चक्रिणी तथा शङ्गिनी चाबिनी बाण फुशुण्डी परिघायुधा. ऐं अङ्गुष्ठाभ्यां नमः. शूलेन पाहि नो देवी पाहि खड्गेन चाम्बिके खड्गास्वनेन नः पाहि चाबजान्यस्वनेन च. ह्रीं तर्जिनीभ्यां नमः. प्राज्यां रक्ष प्रतीच्यां च चण्डिके रक्ष दक्षिणे ब्राह्मणेनात्मशूलस्य उत्तरस्यां तदेश्वरी. क्लीं मध्यमाभ्यां नमः. सौम्यानि यानि रूपाणि त्रैलोक्ये विचरन्ति ते यानि चाद्यर्धघोराणि तैरक्षास्मां स्थाफुवम्. ऐं अनामिकाभ्यां नमः. खड्गशूलगदाधिनि यानि चास्त्राणि तेऽम्बिके करपल्लवसङ्गीनि तैरस्मान् रक्ष सर्वतः. ह्रीं कनिष्ठिकाभ्यां नमः. सर्वस्वरूपे सर्वेशे सर्वशक्ति समन्विते फये ह्यस्त्राहि नो देवी दुर्गे देवी नमोऽस्तु ते.
ക്ലീം കരതലപരഷ്ടാഭ്യാം നമഃ. ധ്യാനം. ഖഡ്ഗം ചക്രഗൃദേഷു ചാപപരിഗാൻ ശൂലം ഭുഷുണ്ടീം ശിരാഹ ശംഖം സന്തതതീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശത്മദ്യുതി മാസ്യപാദദശകാം സേവേ മഹാകാളികാം യാസ്മത്തൗസ്തപിതേ ഹരൗ കമലജോ ഹന്തും മധു കൈഡഭം. അക്ഷസ്രപരശും ഗതേഷു കുലിശം പദ്മം ധനുഃ കുണ്ഡികാം ദണ്ഡം ശക്തിമസിം ച ചർമ്മജലജം ഖണ്ഡാം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദദതീം ഹസ്തൈഃ പ്രസന്നാനാം സേവേ സൈരിഫമർദിനീമിഹ മഹാലക്ഷ്മീം സരോജസ്ഥിതാം ഖണ്ഡാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുഃ സായകം ഹസ്താബ്ജൈർദദതീം ഘനാന്തവിലസച്ചീം താം ശുതല്യപ്രഭാം ഗൗരീദേഹസമുത്ഭവാം ത്രിനയനാമാധാരഭൂതാം മഹാപൂർവാമത്ര സരസ്വതി മനുഭജേ ചതുംഭാദിദൈത്യാർദിനീം വിദ്യുദ്ദാമസമപ്രഭാം മൃഗപതി സ്കന്ദസ്ഥിതാം ഭീഷണാം കന്യാഭിഃ കരവാളഖേടവിലസത് ഹസ്താഭിരാസേവിതാം ഹശ്ചൈക്രഗദാസിഖേട വിശിഖാചാപം ഗുണം തർജനീം ബിഭ്രാണാമനലാത്മികാം ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജേ. ലമിത്യാദി മാനസോപചാരൈഃ സംഭൂജ പഞ്ചോപചാരം. അപ്പോൾ ദേവിയുടെ ആ ഒരു കീർത്തനമാണ്, നമ്മുടെ ദേവീനെ ഭജിക്കുന്ന ആ ഒരു ശ്ലോകമാണ് ഇത്രയും. ഇത് ഭജിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രഥമചരിതമായ സപ്തശതീ ന്യാസ തുടങ്ങുന്നത്. അധ്യായത്തിൽ ദേവി മധുഖൈടഭന്മാരെന്ന് പറയുന്ന ദുഷ്ടന്മാരായ അസുരന്മാരെ വധിക്കുന്ന ആ ഒരു ഭാഗമാണ് പറയുന്നത്. മാർക്കണ്ഡേയ ഉവാചഃ സാവർണീഃ സൂര്യതനയോ യോ മനൂഃ കദ്യതേ ഭഷ്ടമഃ നിശാമയത്തതുൽപത്തീം വിസ്താരാൽ ഗദതോ മമാം. യാവൊരുത്തൻ സൂര്യപുത്രനായ സാവർണി എന്ന 8ാമത്തെ മനു എന്ന് പറയപ്പെടുന്നുവോ അദ്ദേഹത്തിന്റെ ഉത്ഭവത്തെ വിസ്തരിച്ചു പറയുന്ന എങ്കൽ നിന്ന് കേട്ടാലും. തപസ്യന്തം മഹാത്മാനം മാർക്കണ്ഡേയം മഹാമുനീം വ്യാസശിഷ്യോ മഹാതേജോ ജൈമിനീഃ പര്യപൃച്ഛത മാർക്കണ്ഡേയ മഹാപ്രജ്ഞ സർവശാസ്ത്ര വിശാരദ ശ്രോതൃമിച്ഛാമ്യ ശേഷേണ ദേവീ മാഹാത്മ്യമുത്തമം. മഹാതപസ്വിയായ മാർക്കണ്ഡേയ മഹർഷിയോട് വേദവ്യാസ ശിഷ്യനും അതിതേജസ്വിയുമായ ജൈമിനി മുനി സർവശാസ്ത്ര സമർത്ഥനും മഹാത്മാവുമായ ഹേ മാർക്കണ്ഡേയ മഹർഷി, അത്യുത്തമനായിരിക്കുന്ന ദേവീ മാഹാത്മ്യം മുഴുവനും കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നതായി ചില പുസ്തകങ്ങളിൽ പൂർവപീഠിക കാണുന്നു. അതായത് മഹാതപസ്വിനിയായ മാർക്കണ്ഡേയ മഹർഷിയോട് വേദവ്യാസ ശിഷ്യനും അതിതേജസ്വിയുമായ ജൈമിനി മുനി സർവശാസ്ത്രങ്ങളുടെയും സമർത്ഥനും മഹാത്മാവുമായ മാർക്കണ്ഡേയ മഹർഷിയെ അത്യുത്തമമായിരിക്കുന്ന ദേവീ മഹാത്മ്യം മുഴുവനും കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ദേവീ മഹാത്മ്യം, അത്യുത്തമമായിരിക്കുന്ന ആ ദേവീ മഹാത്മ്യം മുഴുവനും കേൾക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് വേദവ്യാസ ശിഷ്യനും അതിതേജസ്വിയുമായ ജൈമിനി മുനി. അങ്ങനെ മാർക്കണ്ഡേയനോട് ചോദിക്കുകയാണ്. അപ്പോൾ മാർക്കണ്ഡേയനാണ് ഇനി പറയുന്നത്. ഛായാസം ചാസുതോ യോസൗ ദ്വിതീയഃ കഥിതോ മനുഃ പൂർവസ്യാ സർവണോസൗ സർവണ്ണിസ്തേന കഥ്യതേ. യാവരുത്തൻ 8ാമത്തെ മനുവായി ഭവിക്കാൻ പോകുന്ന സുരതൻ എന്ന് പറയുന്നുവോ വാചവാചക ഭേദാഭിപ്രായേണ അവന്റെ ഉത്ഭവത്തെ അറിഞ്ഞാലും എന്നർത്ഥം. അപ്പം യാവരുത്തൻ 8ാമത്തെ മനുവായി ഭവിക്കാൻ പോകുന്നുവോ ആ സുരതനെ കുറിച്ച് അറിഞ്ഞാലും എന്നാണ് പറയുന്നത്. അവന്റെ ആ വാചവാചക ഭേദാഭിപ്രായേണ അവന്റെ ഉത്ഭവത്തെ കുറിച്ച് അറിഞ്ഞാലും എന്നാണ് പറയുന്നത്. വിസ്തരോ വിഗ്രഹോ വ്യാസഃ സ ച ശബ്ദസ്യ വിസ്തരഃ. അല്ലെങ്കിൽ എൻ്റെ മുഖത്തു നിന്ന് മമ ഗദത എന്നതിനു ചിലർ എൻ്റെ വചനത്തിൽ നിന്ന് എന്നർത്ഥം എന്ന് പറയുന്നത് ശരിയല്ല. ഗതം മുഖമാണ്, ഗദനമാണ് വചനം. അപ്പം ഗതം എന്ന് പറയുന്നത് മുഖവും
ഗദനം എന്ന് പറയുന്നതാണ് വചനം എന്ന് പറയുന്നത്. വർണ്ണോ ദ്വിജാന്തൗ ശുക്ലാദൗ സ്തൗ വർണ്ണന്തു ചാക്ഷരേ, അല്ലെങ്കിൽ സ്വഭർത്താവായ സൂര്യനോട് സമാനമായ വർണ്ണത്തോടു കൂടിയവൾ, അല്ലെങ്കിൽ സ്വഭർത്താവായ സൂര്യനോട് സമാനമായ വർണ്ണത്തോടു കൂടിയവളാണ്. സാവർണിമനു വേറെയുമുണ്ട്. സൂര്യതനയൻ എന്ന് മാത്രം പറഞ്ഞാൽ ഛായാപുത്രനായ ശനൈശ്വരൻ എന്ന് അർത്ഥമാകും. അതുകൊണ്ടാണ് സാവർണി സൂര്യതനയൻ എന്ന് രണ്ടും പറഞ്ഞിരിക്കുന്നത്. ആ സാവർണി എന്ന എട്ടാമത്തെ മനുവിന്റെ ഉൽപ്പത്തിയെ ശബ്ദവിസ്താരത്തോടുകൂടി പറയുന്ന എൻ്റെ മുഖത്തെയോ സമുഖമായ ഏകാഗ്രചിത്തനായി നോക്കുക എന്നർത്ഥം. അപ്പം ഈ സാവർണിക മനുവിന്റെ എട്ടാമത്തെ പുത്രനായ സാവർണിക മനുവിനെ കുറിച്ച് പറയുന്നത് സൂര്യതനയനായ പുത്രനാണ് സാവർണിക മനു. അപ്പൊ അങ്ങനെ ആ സാവർണിക മനുവിനെ കുറിച്ച് പറയുന്ന എൻ്റെ മുഖത്തേക്ക് അതിലേക്ക് ഏകാഗ്രചിത്തനാവൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏകാഗ്രമായി നോക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിൽ അസ്മിൻ കൽപേ സപ്തയേന്യാ ഭവിഷ്യന്തി മഹാമുനെ നവസ്ഥാൻ സമാശശ്വ തേഷു ദേവാദയച്ഛയേ എന്ന ഉപക്രമ പ്രശ്നത്തിലും സാവർണികാഖ്യാത കഥനോത്തരം. സാവർണികാമിതം സമ്യക് പ്രോക്തം മന്വന്തരം തവ തദൈവ ദേവീ മാഹാത്മ്യം പൃഷ്ടമേതത്ത വേദിതാം. മാർക്കണ്ഡേയ ഉവാച. വേദവാസത്തിനു ശേഷം ചില സംശയങ്ങളെക്കുറിച്ച് മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിച്ചു. അദ്ദേഹത്തിന് നിരന്തരമായ ഭഗവത് ധ്യാനം കൊണ്ട് അവസരമില്ലാത്തതു നിമിത്തം ആ മഹർഷി വിന്ധ്യാചലത്തിൽ നിവസിക്കുന്ന സർവ പുരുഷാർത്ഥങ്ങളെയും അറിയുന്ന 4 പക്ഷികളെ കൊണ്ട് ഉത്തരം പറയിച്ചു. ആ പക്ഷികൾ മാർക്കണ്ഡേയ ഭാങ്കുരി സംവാദമായുള്ള മന്വന്തര കഥാപ്രസംഗത്തിൽ 7 മന്വന്തരങ്ങളെയും വർണ്ണിച്ചിട്ട് 8ാം മന്വന്തരത്തെ മാർക്കണ്ഡേയൻ പറഞ്ഞു തുടങ്ങി എന്ന് വർണ്ണിക്കുന്നു. ഹരേ കൃഷ്ണ. എന്ത് പ്രശ്നമായല്ലോ? ഹരേ കൃഷ്ണ.